ഇ-കൊമേഴ്സ് ഒക്കെ കോളേജ് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അതാണ് ഭയങ്കര കോമഡി. അതാണ് ഇ-കൊമേഴ്സ് എന്നുള്ള ടോപ്പിക് ഉണ്ട്. അതില് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൊണ്ടുള്ള ടോപ്പിക് ബികോമിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. സാലറി ഫോക്കസ്ഡ് അല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും ആൾക്കാരോട്, ജോലി ചെയ്യുമ്പോൾ സാലറി നോക്കരുത്. അതെ, ഫസ്റ്റ് ഒരു 2 കൊല്ലം ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സാലറി, ആ സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ സ്കിൽ ബേസ്ഡ് അക്കാദമീസിൽ നിന്ന് ടോപ്പ് 1% ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതെ, അവൻ ഇവഞ്ച്വലി ലാൻഡ് ചെയ്യുന്നത് ഓൺട്രപ്രണർ ആയിട്ടാണ്. അതാണ് ഈ സ്കിൽ ബേസിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പഠിച്ച അക്കാദമിയിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. ഞാനിത് പഠിക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ അതുവരെ പഠിച്ചിരുന്നില്ല. അപ്പം ഞാൻ നട്ടപ്പാതിരിക്കൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് വരുമ്പോൾ ഞാൻ സാറിനെ വിളിക്കും. സാർ ഇതെങ്ങനെയാണ്, അങ്ങനെയാണ്. അങ്ങനെ എൻ്റെ ഡൗട്ട് കേട്ട് ആൾക്ക് മനസ്സിലായി ഇവനെന്തോ പരിപാടിക്ക് ഇങ്ങനെ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ വെബ്സൈറ്റിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ഓഡിയൻസിനെ കുറിച്ച് പഠിച്ചു, ദെൻ ക്രിയേറ്റീവ്സിനെ കുറിച്ച് പഠിച്ചു, ദെൻ ഞാൻ നെക്സ്റ്റ് പഠിക്കുന്നത് CRO എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതാണ് എൻ്റെ കരിയറിൽ ഏറ്റവും എന്താ പറയുക വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനായാലും എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് 3 കൺസെപ്റ്റുകളാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇ-കോം ഷോ. ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് സ്റ്റുഡൻസിനോടാണ്. മെയിൻലി നിങ്ങൾക്ക് +2 കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും നോക്കി കാണേണ്ടത് എന്നുള്ളതൊക്കെ കവർ ചെയ്യാനാണ് നമ്മളിവിടെ ശ്രമിച്ചത്. ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു വിചാരിക്കുന്നു. നമ്മളെ കൂടെ അന്നുള്ളത് ഹംസദാണ്, co-founder ഓഫ് .in ഡിജിറ്റൽ അക്കാഡമി. അതേപോലെ ഇന്നത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ നമ്മൾ തിയാറ ബൈ MPS കോഴിക്കോടിലെ പുതിയ ഹോട്ടലാണ്, ഇവർ തന്ന സ്പേസാണ്. സോ ഓവർ ടു ദ എപ്പിസോഡ് നൗ. ഹംസദ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു ഷാൻക. ഷാൻകല്ല കേട്ടോ, ഇവിടെ ഷാനാണ്. ഓക്കെ, താങ്ക് യു ഷാൻ. പിന്നെ അപ്പോൾ എവിടുന്നാണ് ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഒരു കരിയർ ജേണി നോക്കുകയാണെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കരിയർ ജേണിയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. ദെൻ യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന പോലെ എഞ്ചിനീയറിങ്ങിന് എൻട്രൻസിന് വേണ്ടിയിട്ട് 1 വർഷം കളഞ്ഞു. ദെൻ ഡിഗ്രി BCom എടുത്തു. പോയിട്ടുണ്ട്. വെരി ഗുഡ്. ദെൻ BCom എടുക്കുന്നു. ആ BCom പഠിച്ചതിന് ശേഷം ഞാൻ പല ടൈപ്പ് ഓഫ് കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഏവിയേഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഐ ജമ്പ് ഇൻ ടു അക്കൗണ്ടിങ് കോഴ്സസ്. അക്കൗണ്ടിങ് കോഴ്സ് എടുത്തിട്ട് ഞാൻ അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു മാസമൊക്കെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ ജോലി ഭയങ്കര, ഫോർ മീ, എനിക്ക് അതൊരു സ്റ്റീരിയോ ടൈപ്പായിട്ട് ഫീൽ ചെയ്തു. എന്നൊരുപോലെ തന്നെ ദിവസങ്ങൾ പ്രത്യേകിച്ച് അതെ, നാളെ എന്താ നടക്കണമെന്നുള്ളത് എനിക്കൊന്നും അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലൊരു ചാലഞ്ച് ഫീൽ ചെയ്യാത്തപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ആക്ച്വലി ഇത് സജസ്റ്റ് ചെയ്തത്. അല്ലാണ്ട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റ് ഭയങ്കര പാഷനേറ്റായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളെന്നല്ല. അവൻ പഠിച്ചപ്പോൾ അവന് ജോലി കിട്ടി, അപ്പം എനിക്ക് കിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ എന്തായാലും ഇതും അക്കൗണ്ടിങ് പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോയിൻ ചെയ്യുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഞാൻ SEO മാത്രമാണ് ഒരു അക്കാദമിയിൽ പോയിട്ട് പഠിച്ചിട്ടുള്ളത്. SEO എന്ന് പറയുമ്പോൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇപ്പം ആസ് എ ബിസിനസ് ഓണർ നമുക്ക് എല്ലാവർക്കും ഒരു വെബ്സൈറ്റ് ഉണ്ടാവും. ആ വെബ്സൈറ്റിനെ സെർച്ച് എഞ്ചിനിൽ റാങ്ക് ചെയ്യിപ്പിക്കുക, ലിസ്റ്റ് ചെയ്യിപ്പിക്കുക, ഗൂഗിളിൽ ഫസ്റ്റ് വരുത്തുക എന്നുള്ളതാണ്. അത് വെബ്സൈറ്റും ഉണ്ട്. നമുക്ക് ഈ ഗൂഗിൾ മൈ ബിസിനസ് പോലെയൊക്കെയുള്ള ലോക്കൽ ബിസിനസ്സുകളെ നമ്മൾ ചെയ്യും. ബേസിക്കലി സെർച്ച് എഞ്ചിൻ എന്നുള്ള അതിൽ ഞാനൊരു 1 വർഷം വർക്ക് ചെയ്തു. 1 വർഷം കോഴ്സ് എത്ര കാലം? ഞാനൊരു 3 മാസത്തെ കോഴ്സാണ് ചെയ്തിട്ടായിരുന്നത്. ആ 3 മാസം കോഴ്സ് ചെയ്യണപ്പം തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്, ഞാൻ ലുലുവിൽ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നു. ഞാൻ കൊച്ചിയിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്ന് വാപ്പ പറഞ്ഞു, മതി നീ കോഴ്സ് എടുത്തത്, ഇനി എന്തെങ്കിലുമൊക്കെ പൈസ വീട്ടിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ. പൈസ ഞാൻ തരില്ല, നീ എത്ര വെച്ച് പഠിച്ചോ, പക്ഷെ പൈസ കയ്യിൽ നിന്ന് കട്ട് ചെയ്തു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യണം, പണിക്കിറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഞാൻ ലുലുവിൽ പണിക്ക് പോകുന്നു. ആ ലുലുവിൽ ഞാൻ സാധാരണ ഈ സാധനങ്ങൾക്ക് എടുത്തുവെക്കുന്ന രീതിയിലൊക്കെയുള്ള പണിയായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ മറ്റേ ഈ ഡിസംബർ മാസങ്ങളിൽ ഈ ഭയങ്കര ഓഫർ സെയിലുകളൊക്കെ നടക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വളരെ സാധാരണ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ
നടന്നു. ലുലുവിന്റെ മാനേജ്മെന്റിന്റെ ഏരിയ ഒന്നല്ല, നമ്മള് സാധനങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ അത് തീരുന്നു. അപ്പൊ ഒരു കസ്റ്റമേഴ്സ് വന്നിട്ട് ചീത്ത പറയാ, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാ, അങ്ങനൊക്കെ ഉണ്ടായി. അങ്ങനെ ആദ്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാല് മറുപടി ആവില്ല, ഇങ്ങനെ തന്നെ ജീവിതം മുന്നോട്ട് പോകും. കോഴ്സ് ചെയ്യുന്ന സമയത്താണ് ലുലുവിൽ വർക്ക് ചെയ്യുന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് എൻ്റെ മൈൻഡ് സെറ്റിനെ കുറച്ചും കൂടി അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്തത്. എത്ര നേരമായിരുന്നു പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ? എൻ്റെ കോഴ്സ് വന്നിരുന്നത് 10 to 1 മണി വരെയാണ്. ദെൻ 2 to 11 ജോലിയായിരുന്നു. പാർട്ട് ടൈം അല്ല, ഫുൾ ടൈം തന്നെ. ഫുൾ ടൈം ആണ്. അങ്ങനെ ഞാൻ അവിടെ വർക്ക് ചെയ്തു. അതിൽ നിന്നുള്ള സാലറിയിൽ ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്ന് അങ്ങനെ പഠിച്ചു. ഞാൻ പഠിച്ച അക്കാദമിയിൽ തന്നെ എനിക്ക് ജോലി കിട്ടി. അപ്പൊ ഞാനിത് പഠിക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ അതുവരെ പഠിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ നട്ടപ്പാതിരിക്കൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എനിക്കൊരു ഡൗട്ട് വരുമ്പോൾ ഞാൻ സാറിനെ വിളിക്കും, സാർ ഇത് എങ്ങനെയാണ് അങ്ങനെയാണ്. അങ്ങനെ എൻ്റെ ഡൗട്ട് കേട്ട് ആൾക്ക് മനസ്സിലായി ഇവനെന്തോ പരിപാടിക്ക് ഇങ്ങനെ മുന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി. ഞാൻ അവിടെ തന്നെ ജോലി കയറി. അതൊരു ഏജൻസി, മെന്റർ അല്ല, ഏജൻസി ആയിരുന്നു. അവർക്ക് വേറെ ഏജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു അക്കാദമി ഉണ്ടായിരുന്നു, ഏജൻസിയിൽ വർക്ക് ചെയ്തു. നല്ല കൊളീഗ്സ് ആയിരുന്നു. അവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റി. അങ്ങനെയാണ് കുറെ കാലം വർക്ക് ചെയ്തപ്പോൾ ഒട്ടും സാലറി ഫോക്കസ്ഡ് ആയിരുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്തപ്പോൾ എനിക്ക് സെക്കൻഡ് കമ്പനിയിൽ നിന്നൊരു കോള് വന്നു. ഈ സാലറി ഫോക്കസ്ഡ്, അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. സാലറി ഫോക്കസ്ഡ് അല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും പറയും ആൾക്കാരോട്, ജോലി ചെയ്യുമ്പോൾ സാലറി നോക്കരുത്. ഫസ്റ്റ് ഒരു 2 കൊല്ലം ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് സാലറി, ആ സ്കില്ല് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് എന്തായിരുന്നു ഹംസത്തിന്റെ തുടക്കം? നിങ്ങൾക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങണോ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, അതിന് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? SEO ആണോ, പെയ്ഡ് ആഡ്സ് ആണോ, കോണ്ടന്റ് ആണോ, ഇനി ടെക്നിക്കൽ സ്ട്രാറ്റജി ആണോ? ഇതിലൊക്കെ ഞങ്ങളെ ടീമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആളുകളിലേക്ക് ഞങ്ങൾ കണക്ട് ചെയ്ത് തരുന്നതാണ്. നൗ ബാക്ക് ടു ദ എപ്പിസോഡ്. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബികോം കഴിഞ്ഞിട്ട് MBA പഠിക്കാൻ പോകാന്നുള്ളത്. ബാംഗ്ലൂർ പോയിട്ട് ഒരു MBA എടുക്കണം. അതൊക്കെ നമ്മളൊക്കെ ബാംഗ്ലൂർ പോകണം. മെയിൻ സാധനം ബാംഗ്ലൂർ പോകണമെന്നില്ല. അപ്പൊ ഞാൻ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചിരുന്നത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ MBA കോളേജ് അവിടെ കോരമംഗലയിൽ ക്രൈസ്റ്റ് കോളേജ് ഉണ്ട്. അപ്പൊ ഈ കോളേജ് വിട്ട് വരുന്ന പിള്ളേരെ കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നും ഇന്നും ഒക്കെ ക്രൈസ്റ്റ് തന്നെയാണ്, പല കാരണങ്ങളുണ്ട്. അതിനുശേഷം ഈ ജോലി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അപ്പൊ സാലറി ഭയങ്കര കുറവാണ്, 9,000 രൂപയാണ് സാലറി ഉള്ളത്. അപ്പോൾ ഞാനിത് എങ്ങനെ മുന്നോട്ട് പോകണോ? അപ്പൊ എൻ്റെ ബ്രദർ പറഞ്ഞിട്ടുള്ള ഒരു അഡ്വൈസ് ഇതാണ്, അതായത് നീ 2 കൊല്ലം വീട്ടിലേക്ക് പൈസ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോണ്ട് നീ ഈ 2 കൊല്ലത്തെ ജോലിനെ നീ നിന്റെ MBA ആയിട്ട് കണ്ടാ മതി. നീ ഒരു കാര്യം പഠിക്കുന്നു എന്നുള്ള രീതി, പഠിക്കുമ്പോൾ നിനക്ക് പൈസ കിട്ടുന്നു, പൈസ കിട്ടുന്നു. അപ്പൊ ഞാനങ്ങ് ബ്രദറിന് കുറച്ച് തലക്ക് വെളിവുണ്ടല്ലേ? ബ്രദർ ഈസ് ലൈക്ക് മൈ ഫാദർ. ലൈക്ക് നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. അപ്പോ ചെറുപ്പത്തിലെ പ്രവാസിയായിട്ടുള്ള ഒരാളാണ്. ആളുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ആൾക്ക് പറ്റാത്തൊരു സാധനം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ചെറുപ്പം മുതലേ 5ാം ക്ലാസ് മുതലേ എൻ്റെ വീട്ടിൽ സിസ്റ്റം ഉണ്ട്. എനിക്ക് ആൾ കമ്പ്യൂട്ടർ മേടിച്ച് തന്നിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ആൻഡ്രോയിഡ് ഫോൺ മേടിച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിലുള്ള ഹെൽപ്പുകൾ, ടെക്നോളജിയുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഹെൽപ്പുകളൊക്കെ ആൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ജോലിയെ സാലറി ഫോക്കസ് ചെയ്തില്ല, മാക്സിമം പഠിച്ചെടുക്കുക എന്നുള്ളൊരു സാധനത്തിൽ. അടിപൊളി. ബ്രദറിന് പിന്നെ നമസ്കാരം. അടിപൊളി. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ വീട്ടിൽ പൈസ കൊടുക്കണം, 50,000 രൂപ കിട്ടുന്നുണ്ട്, എന്റെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നു, ചെലവ് കഴിഞ്ഞു പോകുന്നുണ്ട്. ആ സമയത്തും ഗൾഫിൽ തന്നെയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ സാലറി ഒരു 13,000 ഇൻക്രിമെന്റ് ആയി. അപ്പൊ നമ്മളുടെ ഇങ്ങനെ കാലയളവുകൾ കൂടുമ്പോൾ നമ്മളെ ആഗ്രഹങ്ങളും കൂടുമല്ലോ. അപ്പൊ ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് സാലറി കൂട്ടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായി. അപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ കൊറോണ ഹിറ്റാവുന്നത്. അപ്പോൾ ഞങ്ങളുടെ കമ്പനി നിർബന്ധിതമായിട്ട് ലീവിലോട്ട് പോകേണ്ടി വന്നു. അപ്പം എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തൊരു സാധനം, ഞാൻ എൻ്റെ കൊളീഗുമായിട്ട് ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്, ലിങ്ക്ഡിനിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ആർക്കാ വരാന്നുള്ളത്. അത് എന്നെ അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്തു. ഞാൻ ലിങ്ക്ഡിനിൽ, എൻ്റെ ലിങ്ക്ഡിൻ ഒട്ടും ഒപ്റ്റിമൈസ്ഡ് ആയിരുന്നില്ല. ഞാനിത് പറയുന്നത് 2019-2020 സമയത്തൊന്നും ആരും നോക്കണേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, യൂട്യൂബിൽ നോക്കിയിട്ട് ലിങ്ക്ഡിൻ ഒപ്റ്റിമൈസ് ചെയ്തു. ലിങ്ക്ഡിൻ പ്രോപ്പറായിട്ട് പ്രൊഫൈലൊക്കെ സെറ്റപ്പ് ചെയ്തു. എനിക്ക് ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്, ഞാൻ ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്നത്. ഈ പ്രൊജക്റ്റുകളൊക്കെ ഞാൻ ആഡ് ചെയ്ത് ഫുൾ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്ത്
പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ആ പ്രൊജക്ടിനായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തു. മാത്രമല്ല ഫോളോവേഴ്സിനും കൂട്ടാൻ വേണ്ടിയിട്ട് അന്ന് ഓട്ടോമേഷൻ ചെയ്യാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. മെസ്സേജ് ഓട്ടോമേഷൻ നമ്മളുടെ എക്സ്റ്റൻഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞാൻ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തു. ആ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തതിൽ എൻ്റെ രണ്ടാമത്തെ കമ്പനിയുടെ ഓണറും കൂടി അതിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ SEO കുറിച്ചിട്ടും ഈ ഗൂഗിൾ ആഡ്സിനെ കുറിച്ചിട്ടൊക്കെ ലിങ്ക്ഡിനിൽ ഇടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ കൊറോണ ഹിറ്റായി ജോലി പോകാന്നല്ല, ഒബ്വിയസ്ലി ഒരു ഡൗൺഫോൾ കൊറോണ ടൈമിൽ ഏജൻസിക്ക് ഡൗൺഫോൾ ആക്ച്വലി വരികയല്ലല്ലോ വേണ്ടേ. തുടക്കത്തിൽ എല്ലാവരും പാനിക്കായി. ഫസ്റ്റ് അതായത് കേരളത്തിൽ ഫസ്റ്റ് ലോക്ക്ഡൌൺ വന്നില്ലേ, അപ്പൊ എല്ലാരും പാനിക്കായി. അല്ല ഇതെന്താണ്, എങ്ങോട്ടേക്കാണ് പോണെന്നുള്ളത്. അപ്പൊ ആ ഒരു 2 to 3 months ഭയങ്കര സ്ട്രഗിളിങ് പീരീഡ് ആയിരുന്നു ഏജൻസികൾക്ക്. അതിനുശേഷമാണ് ബൂമിങ് ഉണ്ടായത്. ഞാൻ പോക്കായിരുന്നു. അങ്ങനെ എനിക്കൊരു മെസ്സേജ് വന്നു, ജോബ് ചേഞ്ച് നോക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. ക്വിക്കായിരുന്നു ജോബ് ചേഞ്ച്. അപ്പം യെസ് ഞാൻ നോക്കുന്നുണ്ട്. ഒരു ലിങ്ക്, ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് വരുന്നു. ഗൂഗിൾ മീറ്റിൽ കയറുന്നു. അപ്പൊ തന്നെ ആള് ഏതൊക്കെ റാങ്ക് ചെയ്യിപ്പിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഒബ്വിയസ്ലി SEO ഐ വാസ് ഗുഡ് അറ്റ് മൈ വർക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നോക്കുന്നു ആൾക്ക് ഓക്കെയാണ്. അപ്പോൾ ആൾ സോഷ്യൽ മീഡിയനെ കുറിച്ച് ചോദിച്ചു. സോഷ്യൽ മീഡിയനെ കുറിച്ചിട്ട് എനിക്ക് 0 നോളജാണ്. പക്ഷെ ആ സമയത്ത് ചെറിയ പ്രായമാണ്, റിസ്ക് എടുക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ റിസ്കുകൾ എടുക്കും. കാരണം ഞാൻ ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്. അപ്പോൾ നമ്മൾക്ക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അതിൽ ഇൻവോൾവ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് നോണാന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അറിയാമെന്ന് പറയാ, എന്നിട്ട് ഓൺ ദ ഗോ ഫിഗർ ഔട്ട് ചെയ്യുക. അതായിരുന്നു ഒരു സംഭവം. പക്ഷെ SEO വളരെ ക്ലിയർ കട്ട് ആയിട്ട് അറിയായിരുന്നു. പക്ഷെ അവിടെ എനിക്കിപ്പോ മനസ്സിലാവണത്, അവിടെ ലിങ്ക്ഡിനിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയത് ഘോരം SEOനെ കുറിച്ചിട്ട് പറഞ്ഞതും കാരണമാണ് ഇൻബൗണ്ട് ആയിട്ട് ഒരു ഫൗണ്ടർ നിങ്ങളെ കോൺടാക്ട്. അതാണ് പിന്നെ നമ്മളെ ഓഡിയൻസ് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മളെ കുറിച്ച് നമ്മൾ പറയാതെ വേറെ അറിയാൻ പോണില്ല. ഞാനെന്ന് വെച്ചാല് നിരന്തരമായിട്ട് ട്വിറ്ററും അതേപോലെ ലിങ്ക്ഡിനും നന്നായി യൂസ് ചെയ്തിരുന്നു. അത് ഇങ്ങനെ ഒരു ഫൗണ്ടർ എന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ യൂസ് ചെയ്തത്. എൻ്റെ കൊളീഗായിട്ടൊരു മത്സരം ഞാൻ വെച്ചു. അപ്പൊ എനിക്കത് ജയിക്കണം, അതിന് വേണ്ടിട്ട് ചെയ്തതാണ്. ഏത് സ്പോർട്സ് ആയിരുന്നു? ഞാൻ ക്രിക്കറ്റാണ് കൂടുതലും കളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിങ്ങളെ അക്കാഡമിയിൽ നമ്മൾ കളിക്കണമെന്നൊക്കെ. അതെ, ഞാൻ ഇപ്പോഴും ആ സ്പോർട്സ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് ശരി, നൈസ്. ഓക്കെ, എന്നിട്ട് അത് വന്നു. എന്നിട്ട് നിങ്ങള് ഞാൻ ആ രണ്ടാമത്തെ കമ്പനിയിൽ അടിച്ചു വിട്ട് സോഷ്യൽ മീഡിയ അറിയാം. എന്നിട്ട് രണ്ടാമത്തെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നു. എനിക്ക് സോഷ്യൽ മീഡിയന്റെ ABCD അറിയില്ല. ആകെ അറിയാവുന്നത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ അറിയാം, അത്തരം കാര്യങ്ങൾ അറിയാം. അത് ബൂസ്റ്റ് പോസ്റ്റ് പോലും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുണ്ട്, അവൻ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. അവൻ്റെ സഹായം തേടി. അങ്ങനെ കൊറോണ ടൈമിൽ ഓൺലൈനായിട്ട് അവൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ആയിരുന്നു അവരുടെ ആദ്യത്തെ എന്താ പറയുക ആവശ്യം. ആ കമ്പനിയുടെ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുന്നു. ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ പക്ഷേ ഫേസ്ബുക്കിലല്ലേ ചെയ്യുന്നത്? മെറ്റാ ആഡ്സ് ത്രൂ. പക്ഷെ ലീഡ് ജനറേഷൻ വരിക ഇൻസ്റ്റാഗ്രാം വഴിയല്ലല്ലോ, ഫേസ്ബുക്ക് വഴി. ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമും ഉണ്ട്, നമുക്ക് ബോത്ത് ഇതും രണ്ടിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നു. ആഡ് ഇട്ടു, റിവ്യൂല് എടുക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് ഒരു ദിവസം കഴിഞ്ഞു പബ്ലിക് ആക്റ്റീവ് ആവുന്നില്ല, 2 ദിവസം കഴിഞ്ഞ് ആക്റ്റീവ് ആവുന്നു, 3-ാമത്തെ ദിവസം ഇത് ആക്റ്റീവായി. അങ്ങനെ റിസൾട്ടുകൾ വരുന്നുണ്ട്. പക്ഷെ നോർമൽ ക്യാമ്പയിൻ, അതിലൊരു പുതുമയോ ഒന്നുമില്ല, ഒരു സ്ട്രാറ്റജി ഇല്ല, ഒന്നുമില്ല. ഒരു പോസ്റ്റർ കിട്ടുന്നു, നേരെ കൊണ്ടുപോയിട്ട് മെറ്റാ ആഡ്സ് മാനേജറിൽ ഇടുന്നു, ലീഡ് ജനറേഷൻ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്യുന്നു, വിടുന്നു. അങ്ങനെ 2 മാസം ഞാൻ പിടിച്ചു. അപ്പോൾ അതുപോലെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബിസിനസ് ഡെവലപ്മെന്റ് ഹെഡ് എന്നെ കോൾ ചെയ്തു. കിട്ടുന്ന ലീഡുകളെല്ലാം ക്വാളിറ്റി ഇല്ലാത്ത ലീഡുകളാണ്. ഞങ്ങൾക്ക് സെയിൽസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ലീഡുകൾ വേണമെന്ന് ആവശ്യം. അപ്പൊ ഇതുവരെ ഉള്ളത് മാർക്കറ്റിംഗ് ക്വാളിഫൈഡ് ലീഡാണ്. അതെ. മാർക്കറ്റിംഗ് ക്വാളിഫൈഡ് ലീഡ് എന്ന് പറയാൻ പറ്റുമോ? കൺവേർഷൻ റേറ്റ് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഈ സമയത്ത് ആ കമ്പനി സ്ട്രഗിൾ സ്റ്റേജിലാണ്. കാരണം എന്ന് വെച്ചാൽ കൊറോണ ഹിറ്റ് ചെയ്തിട്ട് അവര് ഓഫ്ലൈനിന് ഓൺലൈനിലോട്ട് മാറ്റുകയാണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ എഡ്യൂടെക് ആണ്. അപ്പോ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അഡാപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര്. ആ സമയത്താണ് ഞാൻ കയറി ചെല്ലുന്നത്, ഒന്നും അറിയാത്ത ഒരാൾ. അങ്ങനെ ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് റീടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്.
അപ്പോൾ ഞാൻ 2 മാസം ആഡ് ചെയ്തിട്ട് റീടാർഗറ്റിങ് എന്താന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നേരെ യൂട്യൂബിൽ പോയപ്പോൾ ഞാൻ ഇപ്പോഴും അഡ്മയർ ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ട്, ബെൻ ഹീത്ത് എന്ന് പറഞ്ഞിട്ട്. ആളാണ് എന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിപ്പിച്ചത്. എന്റെ ഗുരു. അതെ, ഞാൻ ഇടക്കിടക്ക് അറിയില്ലേ, അങ്കുർവാരിക്കാണ് എന്റെ ഗുരു, അതേപോലെ ബെൻഹീത്ത് ആണ് നിങ്ങളെ ഗുരു. ആള് എന്താ പറയാ, കിഡു ക്ലാസ് ഫ്രീ റിസോഴ്സ് ആണ്. യൂട്യൂബിൽ പോയിട്ട് ഞാൻ നോക്കുന്നു, റീടാർഗറ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, ദെൻ അതിൽ തന്നെ കസ്റ്റം ഓഡിയൻസ്, ലുക്ക് ലൈക്ക് ഓഡിയൻസ്. നമുക്ക് എന്താ പറയുക, നമ്മളെ വെബ്സൈറ്റിൽ വന്ന ആൾക്കാരെ റീടാർഗറ്റ് ചെയ്യാം, അതേപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച ആൾക്കാരെ റീടാർഗറ്റ് ചെയ്യാം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ അന്ന് പിക്സലാ, ഇന്നിപ്പോൾ ഡാറ്റ സെറ്റാണ്, പിക്സൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ 2ാമത്തെ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ഞാൻ സെറ്റപ്പ് ചെയ്തു. ആ സമയത്ത് SEO അപ്പോൾ തുടങ്ങിയിരുന്നോ? SEO അന്ന് ഞാൻ പാരലലി ഭയങ്കര കോൺഫിഡൻ്റാ, റാങ്ക് കഴിക്കാൻ തുടങ്ങി. പക്ഷെ അത് 3 to 6 months എത്ര അതൊരു 3 to 4 months. പിന്നെ വെച്ചാൽ കോമ്പറ്റീഷൻ കുറവുള്ള ഏരിയാസിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഓൾറെഡി ഞാൻ ഏകദേശം 8-9ഓളം പ്രൊജക്റ്റിൽ പ്രീവിയസ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് SEO ഓക്കെയാണ്. ഓക്കെ, പക്ഷേ സഡൻ റിസൾട്ട് കിട്ടണമെങ്കിൽ ആക്ച്വലി ആഡ്സ് ചെയ്യണം. പെർഫോമൻസ് മാർക്കറ്റിംഗ് ക്വിക്കായിട്ടുള്ള റിസൾട്ട്, അവർക്ക് സെയിൽസ് വേണമല്ലോ, അതിന് നമുക്ക് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റാം പെർഫോമൻസ് മാർക്കറ്റിംഗ്. പക്ഷെ അതൊരു ലോങ് ജേർണിയിൽ പെർഫോമൻസ് മാർക്കറ്റിംഗ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാനും സസ്റ്റൈനബിൾ ആയിരിക്കും പറ്റില്ല. അപ്പൊ അങ്ങനെ ഞാൻ റീടാർഗറ്റിംഗ് പ്രോസസ്സൊക്കെ വെച്ചിട്ട് ആ കമ്പനിയുടെ ആഡ് ചെയ്തപ്പോൾ അതിൽ ഡ്രാസ്റ്റിക് ആയിട്ട്, ഞാൻ അത് ചെയ്യുന്നത് 2020-ലാണ്, അതിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ആ കമ്പനിക്ക് കിട്ടി. കമ്പനിക്ക് ചോദിച്ചാൽ ഒരു 10%-15% ഒക്കെ കൺവേർഷൻ റേറ്റ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതായത് പിന്നെ SQL ശരിക്കുള്ള സെയിൽസ് ക്വാളിഫൈഡ് ലീഡ്സ് ആയി മാറി തുടങ്ങി. ഞാനതിലൊരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് അവിടെയാണ് എൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീം എന്നെ ഹെൽപ്പ് ചെയ്തത്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ വെബ്സൈറ്റിൽ വന്ന ആൾക്കാരെയാണ് ആഡ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നമ്മളെ വെബ്സൈറ്റ് വന്ന ആൾക്കാർ. ഞാൻ എന്നിട്ട് എൻ്റെ ഡിസൈനറിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു മാസ്ക് വെച്ചിട്ടുള്ള ഒരു മനുഷ്യൻ ഇയാളെ ചൂണ്ടിക്കാണിക്കുകയാണ് സ്ക്രീനിലോട്ട്, എന്നിട്ട് പറയാണ്, യു ഹാവ് ഓൾറെഡി വിസിറ്റഡ് അവർ വെബ്സൈറ്റ്, ദെൻ വി ആർ ഗോയിങ് ടു ഹാക്ക് യുവർ കരിയർ. അപ്പോൾ എന്താ വെച്ചാൽ ഈ ക്രിയേറ്റീവ് കാണുന്നത്, ഇവന്മാർക്ക് ഇത് എങ്ങനെ മനസ്സിലായത് ഞാനൊരു വെബ്സൈറ്റ് കണ്ടിട്ടുള്ള രീതിയിലാണ് ഈ യൂസർ ഇത് ചിന്തിക്കുക. അപ്പോൾ ഇവർ ഭയങ്കര ഇംപ്രസ്ഡ് ആവും, പിന്നെയും പിടിച്ചല്ലോ എന്നുള്ളത്. അപ്പൊ ഹാക്കിംഗ് ആണ് നമ്മളുടെ പഠിപ്പിക്കുന്നത്, സൈബർ സെക്യൂരിറ്റി ആണ് പഠിപ്പിക്കണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ക്യൂരിയോസിറ്റി തോന്നും, ഓക്കെ ഈ ടീം എന്തോ സംതിങ് എൽസ്, ദേ ഹാവ് പ്രോപ്പർലി ടാർഗറ്റഡ് മീ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നു. അങ്ങനെ ആ ആഡ് കയറി കത്തി നല്ല റിസൾട്ട് വന്നു. അപ്പൊ എന്നെ പല ആൾക്കാരും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ ഹൈ ലെവലിലുള്ള ആൾക്കാർ ഡയറക്റ്റ്ലി എന്നായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി, CEO, ദെൻ മാനേജേഴ്സ്. ഇതും നിങ്ങൾ അപ്പോഴും ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആണ്? അന്നും ലിങ്ക്ഡിനിൽ ആക്റ്റീവ് തന്നെയാണ്. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ടുള്ള, ഇപ്പോഴും എൻ്റെ ലിങ്ക്ഡിൻ പഴയ പോസ്റ്റ് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും, ഞാൻ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജികളൊക്കെ ഞാൻ അന്നും ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ റീടാർഗറ്റിംഗ് എന്നുള്ളൊരു പർപ്പസിലോട്ട് എത്തിപ്പെടുന്നത്. പിന്നെ ഞാൻ അതിൽ കിടന്ന് കളിക്കാൻ വേണ്ടി തുടങ്ങി. ഈ ബയർ പേഴ്സോണ, യൂസർ ഫ്ലോ എങ്ങനെയാണ് വരേണ്ടത്, അങ്ങനെ പയ്യെ അതും വർക്കൗട്ട് ആവാൻ വേണ്ടി തുടങ്ങി. റീടാർഗറ്റിംഗും വർക്കാവാണ്ടിരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ വെബ്സൈറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഓഡിയൻസിനെ കുറിച്ച് പഠിച്ചു, ദെൻ ക്രിയേറ്റീവ്സിനെ കുറിച്ച് പഠിച്ചു, ദെൻ ഞാൻ നെക്സ്റ്റ് പഠിക്കുന്നത് CRO എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അതാണ് എൻ്റെ കരിയറിൽ ഏറ്റവും എന്താ പറയുക വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ. അതായത് നമ്മളെ ഏറ്റവും അടിപൊളി ഓഡിയൻസിനെ സെലക്ട് ചെയ്തു, ഏറ്റവും അടിപൊളി ക്രിയേറ്റീവ് നമ്മൾ സെറ്റപ്പ് ചെയ്തു. പക്ഷെ ചെന്നെത്തുന്ന ലാൻഡിങ് പേജ് ഒന്നും ഇല്ലാത്തൊരു ലാൻഡിങ് പേജ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പണ്ടത്തെ ബിസിനസ്സുകാർ ചെയ്യില്ലേ, വെറുതെ ഒരു പേരിനൊരു വെബ്സൈറ്റ്, പേരിന് വെബ്സൈറ്റ് ആണ്. ഞാൻ എപ്പോഴും പറയല് ബിസിനസ് കാർഡാണ്. അതെ, വെബ്സൈറ്റ് ഉണ്ടോ, ബിസിനസ് കാർഡ് ഉണ്ടോ, അത് ഉപയോഗിക്കുന്നത്. വെബ്സൈറ്റ് ഉണ്ടോ, ആ വെബ്സൈറ്റ് ഉണ്ട്, ഇത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ CRO എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് പഠിച്ചു. അതെനിക്ക് മറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഹൈ ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അതായത് എങ്ങനെയാണ് ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിൽ വന്ന ആളെ കൺവേർഷൻസ് പറഞ്ഞാൽ ബേസിക്കലി എൻക്വയറി ജനറേറ്റ് ചെയ്യുക, യെസ്, ലീഡ് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ UI പ്രോപ്പർ ആയിട്ടുള്ള ഫോക്കസ് ചെയ്തു, യൂസർ എക്സ്പീരിയൻസിന് ഫോക്കസ് കൊടുത്തു, ആ ലാൻഡിങ് പേജിൽ എഴുതുന്ന കോപ്പീസിന് ഭയങ്കരമായിട്ടുള്ള, ലാൻഡിങ് പേജ് പറഞ്ഞാൽ ആഡ് ചെയ്തിട്ട് വരുന്ന പേജ്, ലാൻഡിങ് ആ പേജ്, അതിൽ നമ്മൾ CTA പ്രോപ്പർ ആയിട്ടുള്ള നാവിഗേഷൻസ്, പ്രോപ്പർ മൊബൈൽ ഒപ്റ്റിമൈസേഷൻ, ഇതൊന്നും ആരും ചെയ്യുന്നില്ല. എല്ലാവരും ഡെസ്ക്ടോപ്പിനും വെബിനും വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. കാരണം ആ ബിസിനസ് ഓണർ കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്, പക്ഷേ കമ്പ്യൂട്ടറിലാണ് നോക്കണേ.
അനലിറ്റിക്സ് നോക്കുമ്പോൾ 87% മൊബൈലിൽ നിന്നാണ് ട്രാഫിക് വരുന്നത്. കറക്റ്റ്. ഇത് ഭയങ്കര ഇൻസൈറ്റ് ആണ്. കാരണം ഇത് ബിസിനസ് ഓണേഴ്സിന് ഇത് അറിയില്ല. കാരണം അവർ എല്ലാം ഇപ്പോൾ ഒരു ഏജൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ടീമിനെ കൊണ്ടോ ഡെവലപ്പ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവരാദ്യം പോയിട്ട് ഡെസ്ക്ടോപ്പിലാണ് പോയി നോക്കുക, ആ വെബ്സൈറ്റ് കൊള്ളാം, മൊബൈലിലാണ് ശരിക്കും നോക്കേണ്ടത്. അങ്ങനെ ആ ഒരു പരിപാടി ക്രാക്ക് ചെയ്തോണ്ട് അപ്പോൾ എനിക്ക് ഒരു ഡോപ്പമിൻ റിലീസ് വന്നു. ഓക്കെ, എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ ജോലി. അതുവരെ എനിക്കൊരു 2-2.5 കൊല്ലം എനിക്ക് അറിയില്ല ഇത് എന്താ പരിപാടി എന്നുള്ളത് പ്രോപ്പർ. കാരണം ഇത് സെൽഫ് ലേൺഡ് ആണല്ലോ. ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണോ? എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വെച്ചാൽ ഞാൻ സെൽഫ് ലേണിങ് ചെയ്യുമ്പോൾ എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ മുന്നിൽ ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. കറക്റ്റ്. ആരെങ്കിലും ഒന്ന് അത് തരണം, വില വിശ്വസിക്കണം. അതെ. അപ്പോൾ ആ ലെവലിലാണ്. പിന്നെ അവിടെ നിന്ന് ടീം ലീഡ് ആവുന്നു, ടീം മാനേജറായി, അത് കഴിഞ്ഞിട്ട് ആ കമ്പനിയുടെ ഹെഡായി. ആ കമ്പനി അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ചെയ്തു. ഞാൻ മാത്രമല്ല കേട്ടോ, ടീം മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു, നല്ല ടീം മെമ്പേഴ്സ് ആയിരുന്നു. അങ്ങനെ ആ കമ്പനി ഹെഡായപ്പോൾ എനിക്ക് തോന്നി എനിക്കിനി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ഇത് തോന്നാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ ഞാൻ ഇന്റേൺസിന് എടുക്കാൻ വേണ്ടി തുടങ്ങി. ഈ ടീം ലീഡിന്റെ അണ്ടറിലൊക്കെ ഇന്റേൺസിന്. അപ്പൊ ഇവരൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നല്ല നോളജ് ഉണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ദ പ്രാക്ടിക്കൽ സൈഡ്, അല്ലെങ്കിൽ ഒരു തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ് എന്നൊക്കെ പറയില്ലേ, അത് വരുമ്പോൾ കുറച്ച് ലാക്കിങ് ഫീൽ ചെയ്തു. അത് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനായാലും അല്ലെങ്കിൽ എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് 3 കൺസെപ്റ്റുകളാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. ഒന്ന് ബയർ പേഴ്സോണ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്. എന്തുകൊണ്ടാണ് ഞാൻ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത് വെച്ചാൽ, ഈ ബയർ പേഴ്സോണ ആക്ച്വലി ഒരു ക്ലാരിറ്റി നമുക്ക് തരും. ഒരു മാർക്കറ്ററിന് ആദ്യം വേണ്ടത് ക്ലാരിറ്റിയാണ്. ഓക്കെ, ആർക്കാണ് വിൽക്കുന്നത്? അതെ, ആർക്കാണ് വിൽക്കുന്നത്, അവരുടെ പ്രോബ്ലം എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് എന്തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെയാണ് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സിമ്പിളായിട്ട് മാർക്കറ്റ് ചെയ്തൂടെ. കറക്റ്റ്. അപ്പം ഞാൻ ആദ്യം ബയർ പേഴ്സോണ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞാൻ ഇപ്പോൾ പഠിക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് നേരെ പോയിട്ട് ചാറ്റ് ജിപിടിയിൽ ഇട്ടിട്ട് ബയർ പേഴ്സോണ ചോദിക്കരുത്. നിങ്ങൾ ആദ്യം നിങ്ങളെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബ്രെയിനാണ്. അല്ലേ, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ മനുഷ്യന്മാരാണ്. അപ്പം മനുഷ്യന്മാർക്ക് കാണിക്കുന്ന ആഡുകളിൽ നമ്മൾ തോട്ട് പ്രോസസ്സാണ്. അപ്പം ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാറ് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാറ് ഇങ്ങനെയാണ്. സോ ബയർ പേഴ്സോണ നമ്മൾ ആദ്യം സ്വയം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അത് ചാറ്റ് ജിപിടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചാറ്റ് ജിപിടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പറയും, ചാറ്റ് ജിപിടിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാൻ പറയും. അപ്പം 2 കാര്യങ്ങളായി, നമ്മളെ ബ്രെയിനിൽ നിന്ന് എന്നുള്ളതായി ഒരു AI-ന്റെ ഹെൽപ്പോടുള്ള ഒരു സാധനം കൂടി. കറക്റ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹെൽപ്പ് ഒന്നും ഇല്ലാണ്ട് ഇപ്പോൾ ഒന്നും ചെയ്തില്ല. ഇല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് തോന്നും. ഗൂഗിൾ ആഡ്സിൻ്റെ റിപ്പോർട്ട്, സെർച്ച് ആഡിൻ്റെ റിപ്പോർട്ടൊക്കെ ഞാൻ വളരെ സിമ്പിളായിട്ട് പറയും, നിങ്ങൾ ആ റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യുക, നേരെ ചാറ്റ് ജിപിടിയിൽ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് പറയാം നിങ്ങൾക്ക് ആവശ്യം എന്തൊക്കെയുള്ള സൊല്യൂഷൻ ആവേണ്ടത് അവർ പറഞ്ഞുതരും, സിമ്പിളായി പറഞ്ഞുതരും. വെറുതെ എന്തിനാ നമ്മൾ അനാവശ്യമായിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങളുടെ ടൈമുകളാണ്. അപ്പം നിങ്ങൾക്ക് അത് ആ ഡാറ്റ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ ഇന്ന കാര്യം ഞാൻ വിട്ടുപോയല്ലോ, അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കണമായിരുന്നു. അറ്റ് ദ എൻഡ് നമ്മളെ ബ്രെയിൻ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, നമ്മൾ എത്രത്തോളം നന്നായി ചിന്തിക്കുന്നു, റിസർച്ച് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, അത്രത്തോളം നല്ലൊരു മാർക്കറ്ററായിട്ട് നമുക്ക് മാറാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ കൂടുതലും ഇങ്ങനത്തെ മോഡിലാണ് എൻ്റെ ഇൻറ്റേൺസിനായിട്ട് സംവദിക്കാറ്. ഇപ്പോൾ ഒരു CRO ടോപ്പിക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞാനൊരു ശോകം വെബ്സൈറ്റ് അവർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് ചോദിക്കും, നിങ്ങളാണ് ഈ വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഇതിൽ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് നിങ്ങൾ കാണുന്നത്? അപ്പോൾ അവർ പറയും, സാർ അവിടെ ഇമേജ് ഇല്ല, പിന്നെ കാണാനൊരു ഭംഗിയില്ല, ഗുമ്മില്ല. അപ്പം ഞാൻ പറയും, ഇതൊക്കെ തന്നെ CRO. അവരെ കൊണ്ട് തന്നെ ഞാൻ ആൻസർ പറയിപ്പിക്കും. അപ്പം ഈ ഒരു മൂഡ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അവർ പറയുന്ന തമാശ പറയും, അംസാദ്ക്കാക്ക് ഒരു എഡ്യൂക്കേഷൻ പരിപാടിയൊക്കെ തുടങ്ങിക്കൂടെ, ഓൺലൈനിലൊക്കെ ആൾക്കാർ പഠിപ്പിച്ചൂടെ, ക്ലാസ്സുകളൊക്കെ മനസ്സിലാവണ്ട. അപ്പം ഞാൻ വിളിച്ച് വെറുതെ തമാശക്ക് അതെ. അങ്ങനെ ഞാൻ അഗെയിൻ എൻ്റെ റൂംമേറ്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സാണ്. അപ്പൊ അവന്മാരും എനിക്ക് അനാവശ്യമായിട്ടുള്ള കുറെ മോട്ടിവേഷൻസ് തരാൻ, നിനക്കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കുറെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞാൻ ആ കമ്പനി റിസൈൻ ചെയ്തു, അക്കാദമി സ്റ്റാർട്ട് ചെയ്തു. എനിക്കറിയാം ഞാൻ എടുക്കുന്ന വലിയ റിസ്ക് ആണ് എൻ്റെ ലൈഫിൽ എന്നുള്ളത്. കാരണം അത്യാവശ്യം എമൗണ്ട് ജനറേറ്റ് ചെയ്ത് എന്നുള്ള ഒരു സാലറിഡ് ആയിട്ടുള്ളൊരു ജോബിൽ നിന്ന് എൻ്റെ ആദ്യത്തെ സാലറി അഗെയിൻ 5,000 രൂപയ്ക്കാണ് എൻ്റെ ഡോട്ടിലെ ആദ്യത്തെ സാലറി. ഫസ്റ്റത്തെ ഒരു ഞാനിപ്പോഴൊന്നും എടുക്കില്ല, ഈ മാസം എടുക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിച്ചത്.
അങ്ങനെ 5,000 രൂപ അഗെയിൻ സാലറീഡ് ആയിട്ട് സന്തോഷം. സ്റ്റാർട്ട് ചെയ്തു. എല്ലാരും ഇതേപോലെയാണല്ലോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റത്തെ ബാച്ച് വൻ കോമഡിയാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ, എൻ്റെ മാമിയുടെ മോള്, എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു അനിയൻ, എൻ്റെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലത്തെ ഒരു കുട്ടി, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അന്ന് എങ്ങനെയായിരുന്നു കോഴ്സിന്റെ ഫീ എത്രയായിരുന്നു? അന്ന് കോഴ്സിന്റെ ഫീ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു നോർമൽ കോഴ്സ് അല്ലല്ലോ, ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആൻഡ് പ്രാക്ടിക്കൽ ലേണിംഗ് ആണ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. 45,000 ആണ് ആ സമയത്ത്. അത്യാവശ്യം മോശമില്ലാത്തൊരു ഫീസ് തന്നെയായിരുന്നു. പക്ഷെ അന്ന് ഫസ്റ്റത്തെ ബാച്ചിൽ നല്ല ഡിസ്കൗണ്ടുകളും പിന്നെ ഫ്രീ ആയിട്ട് പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യണല്ലോ, ചെയ്യാൻ കഴിയോ അല്ലെങ്കിൽ അവരെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുമോ. ഞാനായാലും ആദ്യമായിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നു. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ ക്ലാസ് എടുത്തു. അങ്ങനെ ഓരോ പ്രാക്ടിക്കലായിട്ട് ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് അങ്ങനെ പഠിപ്പിച്ചു. അത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. കാരണം ആ ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസും പ്ലേസ്ഡായി. ഒരു ബാച്ചിലെ എല്ലാ സ്റ്റുഡൻസും പ്ലേസ്ഡായി. ദെൻ സെക്കൻഡ് ബാച്ച് വരുന്നു. സെക്കൻഡ് ബാച്ചിലെ എല്ലാ കുട്ടികളും പ്ലേസ്ഡ് ആവുന്നു. അല്ല, ഈ സെക്കൻഡ് ബാച്ചില് ഫസ്റ്റ് ബാച്ചിന്റെ റെഫറൻസ് ആണോ കൂടുതലും അല്ലെങ്കിൽ സെക്കൻഡ് ബാച്ചിൽ അഗെയിൻ റെഫറൻസ് ആണ്. ഡോട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഏകദേശം ഒരു 68% കറന്റ്ലി ഇപ്പോഴും റെഫറൻസ് ആണ്. ബാക്കിയാണ് പെർഫോമൻസും ബ്രാൻഡിങ്ങിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു നമ്പറാണ്. അതെ, അടിപൊളി നമ്പറാണ്. കാരണം ഓട്ടോമാറ്റിക്കലി വരുന്ന അതായത് എക്സിസ്റ്റിംഗ് ബാച്ച് റെഫർ ചെയ്യുന്നു, അപ്പൊ അടുത്ത സ്റ്റുഡന്റ് ബാച്ച് എക്സിസ്റ്റിംഗ് ബാച്ച് റെഫർ ചെയ്യുന്നു, ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ റെഫർ ചെയ്യുന്നു, കമ്പനികൾ അവിടുത്തെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യാൻ വിടുന്നു. ആ ഒരു ലെവലിലോട്ട് മാറി. അഗെയിൻ സെക്കൻഡ് ബാച്ച് കംപ്ലീറ്റ്ലി പ്ലേസ്ഡ് ആവുന്നു. ദെൻ അഞ്ചാമത്തെ ബാച്ചിൽ വളരെ വലിയൊരു മാജിക് സംഭവിക്കുന്നു. ഒരു സ്റ്റുഡൻറ്റിന് ലാക്സ് ഓഫ് സാലറിയിൽ പ്ലേസ്ഡ് ആവും. അപ്പോൾ അത് ഭയങ്കര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ബാച്ചിലെ എല്ലാ കുട്ടികളും പ്ലേസ്ഡ് ആവാൻ വേണ്ടി തുടങ്ങി. പിന്നെ സൈലം പോലൊക്കെയുള്ള വലിയ വലിയ കമ്പനികളിൽ കുട്ടികൾ പ്ലേസ്ഡ് ആവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അത് അങ്ങോട്ട് കയറി കണക്റ്റ് ആയി എല്ലാവർക്കും. അങ്ങനെ ഒരു ഡോട്ട് എന്നുള്ളൊരു റിസൾട്ട് ശരിക്കും വന്നു തുടങ്ങി. റിസൾട്ട് നമ്മളുടെ ലേണിംഗ് എക്സ്പീരിയൻസ്, ഇതാണ് ഞാൻ പറയുന്നൊരു വേർഡ്, ലേണിംഗ് എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് അതിൻ്റെ റിസൾട്ട് കുട്ടികളിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പോൾ ആ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ മാത്രമല്ല, ടോപ്പ് ഓഫ് ബാക്കിയുള്ള എല്ലാ അക്കാദമീസും ലേണിംഗ് എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ലേണിംഗ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ലേണിംഗ്, അല്ലെങ്കിൽ ഡിബേറ്റ് ഓറിയൻറ്റഡ് ലേണിംഗ്. ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലേണിംഗ് അല്ലേ. അതെ. ഓൾസോ ദ കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് ലേണിംഗ്, മത്സരങ്ങൾ വെച്ചിട്ട് രണ്ട് ടീമായിട്ടൊക്കെ മത്സരങ്ങൾ വെച്ചിട്ട് ആ ഒരു പ്രോസസ്സിൽ അവർ പഠിക്കും. വെറുതെ ഒരു ബുക്ക് നോക്കി അല്ലെങ്കിൽ ഒരു നോട്ട് ചെയ്തതിന് പകരം ഇത്തരം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇന്നൊരു പ്രോബ്ലം വരുമ്പോൾ ക്രിട്ടിക്കലായിട്ട് എങ്ങനെ തിങ്ക് ചെയ്യണ്ടേ എന്നുള്ളത് പഠിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ മൈൻഡ് സെറ്റ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് ഇപ്പം ഞാൻ എത്ര ഒരാൾ ഉപദേശിച്ചാലും അയാൾക്ക് തോന്നണം കറക്റ്റ് ഉള്ളിനുള്ളിന് വരണം. അപ്പൊ മൈൻഡ് സെറ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഒബ്വിയസ്ലി എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കുമ്പോഴും ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാം മൈൻഡ് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റാണ് നമ്മളെ ഒരു ലെവലിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ ഫെയിലിയേഴ്സ് ഉണ്ടാവും, അവിടെ നമ്മളുടെ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഇത്തരം കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ ഓപ്പണായിട്ട് സംസാരിക്കും. ഞാൻ എൻ്റെ കാര്യങ്ങളും പറയാറുണ്ട്. ഇപ്പം ഞാൻ പറയും റിയൽ വേഴ്സസ് റിയാലിറ്റി. ഇപ്പം എനിക്ക് അറിയാവുന്ന വളരെ എന്താ പറയുക ഫൈനാൻഷ്യലി വെല്ലായിട്ടുള്ള ഒരാളുണ്ട്. ആളുടെ ഇഷ്ടംപോലെ കാറുകളുണ്ട്. ഞാൻ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു കാറ് സിമ്പിളായിട്ട് നീ യൂസ് ചെയ്തോടാ, എത്ര നാൾ വേണമെങ്കിൽ യൂസ് ചെയ്തോട്ട് തരും. ബെറ്റ്സോ BMW എന്ത് വേണമെങ്കിലും എനിക്ക് എടുക്കാം. എനിക്ക് വേണമെങ്കിൽ അത് കാർ ഓപ്പൺ ആയിട്ട് കണ്ടോ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ട് ഇത്ര പൈസ ഉണ്ടാക്കി, അതുണ്ടാക്കി, ഇതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കാം. പക്ഷെ ആക്ച്വലി അതല്ല, റിയാലിറ്റി അല്ല അത്. അവിടെ ഒരു പേഴ്സൺ ഇൻപുട്ട് ചെയ്യുന്ന ഹാർഡ് വർക്കുകളും ആൾ ഫേസ് ചെയ്യുന്ന കെയോസും ചില സമയങ്ങളിൽ നമുക്ക് ഉറക്കങ്ങൾ തന്നെ ഉണ്ടാവില്ല. ഇതാണ് ഒരു ഓൺട്രപ്രണർ ജേണി എന്ന് പറയുന്നത്. അന്ന് മറ്റേത് വർക്ക് ചെയ്യാണ്ടായപ്പോൾ നിങ്ങളെ കൺവേർഷൻ അല്ലെങ്കിൽ എന്തായിരുന്നു ലീഡ് ജനറേഷൻ വർക്ക് ചെയ്യാണ്ടായപ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ മെന്റാലിറ്റിനെ അത് ബാധിച്ചു. ഞാൻ ടെൻസ്ഡ് ആയിരുന്നു. എന്തുകൊണ്ട് എനിക്ക് അത്തരം ടെൻഷൻസിലൂടെയും അത്രയും കംഫർട്ട് സോൺ ഇല്ലായ്മകളിലൂടെയും നമ്മൾ പോകേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്. അതായത് അവന് കാർ എടുത്തു, മറ്റവന് ഇത് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യരുത്, സ്പോയിൽ ചെയ്യരുത്.
കണ്ടിന്യൂസ് ആയിട്ട് ഒരു പർപ്പസിലോട്ടോ ഗോളിലോട്ടോ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങളും എൻ്റെ ക്ലാസ്സുകളിലൂടെ പങ്കുവെക്കാറുണ്ട്. ഞാൻ ബേസിക്കലി എപ്പോഴും പറയാറ്, വേറെ ഒരാളുമായിട്ട് കമ്പയർ ചെയ്യരുത്. യെസ്, നിങ്ങളുമായിട്ട് മാത്രമേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഇന്നലെ എന്തായിരുന്നു, ഇന്ന് ഞാൻ എന്താണ്. ഞാൻ പറയാറുണ്ട് കുട്ടികളോട്, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങൾ തന്നെയാണ്. കറക്റ്റ്, ഒരു ഡൗട്ടും ഇല്ല. അതെ, നമ്മള് ഫെയിൽ ആവണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി. അപ്പം ഞാൻ പറയാറുണ്ട്, ഞാൻ നോർമലായിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും, ഞാനൊരു വിജയിച്ചിട്ടുള്ള ഒരു ഓൺട്രപ്രണർ അല്ല. ഞാൻ ആ ജേണീനെ ഇഷ്ടപ്പെടുന്നു. കറക്റ്റ്. ചിലപ്പോൾ നാളെ ഞാൻ തോൽക്കും, നാളെ ഞാൻ ചിലപ്പോൾ ജയിക്കും. അറ്റ് ദ എൻഡ് തോൽവിയോ ജയവുമല്ല, ഞാൻ ഈ പ്രോസസ്സിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, അതിലെനിക്ക് എത്രത്തോളം ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ കൂടുതലും സംസാരിക്കാറ്. ഇത് ആക്ച്വലി മീൻസ് ഇവിടെ ആക്ച്വലി ഉള്ള പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കോളേജിൽ ഇറങ്ങിയത് 2008. ഇപ്പോഴും പലരും കോളേജിൽ ഇറങ്ങുക. അന്നും കോളേജിൽ ഇറങ്ങിയ ഒരു തലയുണ്ടാവില്ല, ഇന്നും കോളേജിൽ ഇറങ്ങിയ ഒരു തലയില്ല. അപ്പോൾ എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഈ സ്കിൽ ബേസ്ഡ് കോഴ്സുകൾ ഇത്രയും പോപ്പുലർ ആവുന്നത്? ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഞാൻ 2018 കോളേജ് കഴിയുന്നത്. എനിക്ക് ലാസ്റ്റ് ഇയറിൽ ഇ-കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പഠിച്ചെന്താ, ഇ-കൊമേഴ്സ് ഒക്കെ കോളേജ് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. അതാണ് ഭയങ്കര കോമഡി. അതാണ് ഇ-കൊമേഴ്സ് പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഉണ്ട്. അതിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കൊണ്ടുള്ള ടോപ്പിക് ബികോമിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇ-കൊമേഴ്സ് ഞാൻ അന്ന് എന്താ പഠിക്കുന്നത്, ഇ-കൊമേഴ്സ് ഈസ് ഈക്വൽ ടു ഇ-കൊമേഴ്സ് എന്താ, ഇറ്റ്സ് എ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ദി പ്രോഡക്റ്റ്. ഇതെന്താണ്, പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പോഷർ ഇല്ല. എന്ത് പഠിക്കുന്നു, ഇക്വേഷൻ പഠിക്കുന്നു, അല്ലെങ്കിൽ സെന്റൻസ് പഠിക്കുന്നു, നേരെ പോയിട്ട് എക്സാമിൽ എഴുതുന്നു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തിയററ്റിക്കലാണ് കംപ്ലീറ്റ്ലി. അത് ഇപ്പോഴും ചിലപ്പോൾ ഈ കൊമേഴ്സ് അങ്ങനെ തന്നെ ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ ഇതുവരെ കോളേജിൽ ഇറങ്ങിയ ഒരു സ്റ്റുഡന്റിനോ ഒരു വെളിവും ഇല്ലാതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെയാണ് ഈ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള അക്കാദമീസ് ഡിഫറെൻ്റ് ആവുന്നത്. ഇവിടെ ഈ കൊമേഴ്സ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ആദ്യം പഠിപ്പിക്കുന്നുണ്ടാവും ചിലപ്പോൾ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് ആയിരിക്കും. MVP എന്താന്നുള്ളത് ആദ്യം പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ഒരു വിന്നിങ് പ്രോഡക്റ്റ് കണ്ടെത്താന്നുള്ളത് റിസർച്ച് ചെയ്യുക. ഇപ്പോൾ കറൻ്റ്ലി AI യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഗൂഗിളിൻ്റെ ഇയർലി ട്രെൻഡ് റിപ്പോർട്ട് ഉണ്ട്, അതിലേറ്റവും ഇ-കൊമേഴ്സിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഇതാക്കാൻ വേണ്ടി പറ്റും. ആമസോണിൻ്റെ റിസർച്ച് റിപ്പോർട്ടുകൾ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയും പല പല പ്ലാറ്റ്ഫോം ലൈക്ക് ഷോപ്പിഫൈ ആണെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കും. എന്നിട്ട് AI ഇമേജ് വെച്ചിട്ട് അതിനെ എന്ത് ചെയ്തോ, പ്രോഡക്റ്റ് ഇമേജസ് ചെയ്തോ, അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോഷൂട്ട് എടുത്തിട്ട് ആ പ്രോഡക്റ്റിൻ്റെ ഷൂട്ട് നടത്ത്, എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യും, പ്രൈസിങ് കൊടുക്കുക. അപ്പോൾ പ്രൈസിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേരിയൻ്റ് ഉണ്ടാവും, SKU ഉണ്ടാവും, ഇത്തരം കാര്യങ്ങളുണ്ടാവും. ഇത് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഇത് വർക്കൗട്ട് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് ഒരെണ്ണം സെല്ലാവുമ്പോൾ ഇതിന്റെ മാർജിൻ എത്രത്തോളം ഉണ്ട്, ഇതിന്റെ AOV എത്രത്തോളം ഉണ്ട്, ഇത്തരം ആവറേജ് ഓർഡർ വാല്യൂ എത്രയാണ്, പിന്നെ ഇതിന്റെ റിട്ടൻഷൻ എത്രത്തോളം വരുന്നുണ്ട്, ഇങ്ങനെയല്ലേ പഠിക്കേണ്ടത്. അതല്ലാതെ നമ്മളൊരു ബുക്ക് എടുത്ത് കൊടുത്തിട്ട് അതായത് കോളേജിൽ ആക്ച്വലി എക്സാം എഴുതാനും പഠിക്കുന്നത്, അതായത് മാർക്ക് കിട്ടാൻ, അല്ലെങ്കിൽ നല്ല അടുത്തൊരു കോളേജിലോട്ട് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാൻ. അതല്ലാതെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ക്രിട്ടിക്കൽ ഉണ്ട് കേട്ടോ, കോളേജസ് ഉണ്ട്. എല്ലാ കോളേജസും അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു IIM പഠിക്കുന്നതും നോർമൽ ഒരു MBA പഠിക്കുന്നതും നല്ല പണിയുണ്ട്. അതാണ് പറഞ്ഞത്. അപ്പോൾ ഈ നമ്മളെ നാട്ടിലെ കോളേജസ് അതൊക്കെ ഞാൻ മനസ്സിലാക്കിയ സർട്ടിഫിക്കറ്റ് ആണ്, സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോവുക, നോട്ട് പ്രിപ്പയറിംഗ് ഫോർ ദ ജോബ്. യെസ്. അതായത് പിന്നെയുള്ള വെച്ചാൽ ഇതൊരു മത്സരമാണല്ലോ, ആർക്ക് ഏറ്റവും കൂടുതൽ റാങ്ക് കിട്ടും, ഇത്ര പെർസെൻറ്റേജ്. അത് നമ്മളുടെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് അതിന് കുറേ പാരൻസിനും അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. പണ്ട് മുതലേ നമ്മളെ ശീലിപ്പിക്കുന്നതും 50-ൽ 50 മേടിക്കാനും, അല്ലെങ്കിൽ 45 മാർക്ക് മേടിക്കുമ്പോൾ ബാക്കി 5 മാർക്ക് എവിടെ പോയി എന്നുള്ള ചോദ്യം. അതെ, ബാക്കി 5 അവിടെ പോയി 45 കിട്ടി ആൾക്കാർ നല്ല. അപ്പൊ നമ്മൾ ചെറുപ്പം മുതലേ ഇത് കേട്ട് വരുമ്പോൾ നമ്മളുടെ ചിന്ത എന്താ, പരീക്ഷയിൽ മാർക്ക് മേടിച്ച കണ്ടീഷൻ ആവുകയാണ്. അതെ. ഇപ്പൊ എൻ്റെ ഒരു കരിയർ ജേണി നോക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് 10ാം ക്ലാസ്സിൽ എല്ലാവർക്കും നടന്നിട്ടുള്ള സാധനമായിരിക്കും. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അറിയും 10ാം ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വേണ്ടത്, +2 പഠിക്കുമ്പോൾ അറിയും അവിടെയാണ് ഏറ്റവും കൂടുതൽ, ഡിഗ്രിക്കും പറയുമ്പോൾ നല്ല മാർക്ക്. ഞാൻ 10ാം ക്ലാസ്സിൽ അത്യാവശ്യം മാർക്ക് മേടിച്ചിട്ടുള്ള ഒരാളാണ്. +2 എത്തിയപ്പോൾ അത് കുറഞ്ഞു, ഡിഗ്രി എത്തിയപ്പോൾ ഭയങ്കരമായിട്ട്. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പോൾ
എനിക്ക് ഈ ജേണിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സ്കിൽ ബേസ്ഡ് അക്കാദമീസ് വളരെയധികം ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റേഷനും കേസ് സ്റ്റഡീസും അത്തരം കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇപ്പോൾ കറന്റ്ലി അത്തരം അക്കാദമീസ് ആളുകൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ അക്കാഡമീസിന്റെ കാര്യം പറയുന്നത് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, അക്കാഡമീസിൽ അല്ലെങ്കിൽ സ്കിൽ ബേസ്ഡ് അക്കാഡമീസ് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടുന്നില്ല. അവിടെ ആക്ച്വലി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇത് നേരെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നേരത്തെ പറഞ്ഞ കാര്യത്തിലെ വരാം. അതായത് ഇപ്പോൾ ഒരാൾ ഒരു കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അക്കാദമി ശ്രമിക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു പർട്ടിക്കുലർ വ്യക്തി ആദ്യം വിചാരിക്കണം, ഓക്കെ ഞാനിങ്ങനെ ഒരു സ്കിൽ ബേസ്ഡ് കോഴ്സ് പഠിക്കുകയാണ്, സോ ഐ ഹാവ് ടു പുട്ട് മൈ എഫേർട്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടാവും, അവർക്ക് വളരെ ഈസിയാണ്. അതല്ല, ഓക്കെ ഞാൻ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഫസ്റ്റ് ഇതിൽ തന്നെ പറയാറുണ്ട്, ഡോട്ടിൽ വന്ന് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടില്ല. ഡോട്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടൊന്നും നിങ്ങൾക്ക് ജോലി കിട്ടില്ല. കറക്റ്റ്. അവിടെ ജോലി എന്ന് പറയുന്നത് നിങ്ങൾ 1000-10,000 കണക്കിന് ആൾക്കാർ വരുന്ന മാർക്കറ്റേഴ്സ് ഇൻഡസ്ട്രിയിലുണ്ട്. അതെ. അവരിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ പൊസിഷൻ ചെയ്യണം. അതെ. നിങ്ങളൊരു ബ്രാൻഡാണെന്ന് വിചാരിക്കുക, അപ്പോൾ ആസ് എ മാർക്കറ്റർ നിങ്ങളെ പൊസിഷൻ ചെയ്യണം, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്യണം. ഒരാളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അതെ. അപ്പോൾ അങ്ങനെ ശ്രമം ഇപ്പോഴത്തെ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 70% ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, 30% ആൾക്കാർ മേ ബി ശ്രമിക്കുന്നുണ്ടാവില്ല. സോ ആ 30%-ന് ജോബ് കിട്ടുക, അത് ആള് ഏത് കോഴ്സ് പോയി പഠിച്ചാലും ഇത് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നത് ആ ഒരു ഇപ്പം +2 അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിയുന്ന വരെ കണ്ടീഷൻഡ് ആണ് സ്റ്റുഡൻസ് ടു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ്. ഇതെന്താ സംഭവിച്ചാൽ ഈ പറഞ്ഞ പോലെ ഇവർ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് വരുന്നത്. അപ്പോൾ ചില ആൾക്കാർ അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും, ചില ആൾക്കാർ വെറുതെ. ഇപ്പൊ SEO എന്താന്ന് വെച്ചാൽ SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതെന്താ അത് അറിയില്ല. പക്ഷെ വേറെ ഇപ്പൊ ഇതേ എഫേർട്ട് ഇടുന്ന കുട്ടി എങ്ങനെയാ പറയാന്ന് വെച്ചാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എനിക്കറിയാം, എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട്, അപ്പൊ അതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, SEO ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോളൊക്കെ പോലെയുള്ള കൺസോളുകളുണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ വെബിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും, റാങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ ഇത് ഒരാളുടെ എക്സ്പീരിയൻസാ പറയുന്നത്, ഒരാൾ ഒരു കാണാപ്പാടം പഠിച്ചൊരു സാധനമാണ് പറയുന്നത്. കഴിഞ്ഞൊരു 12 കൊല്ലം പ്ലസ് ഒരു 16 കൊല്ലം അവൻ ചെയ്തത് കാണാപ്പാടം. അതെ, അതാണ് ആക്ച്വലി അവിടെ ഉള്ള പ്രശ്നം. അതെ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇത് സ്കൂളിലും കോളേജിലും ഒക്കെ ആണെങ്കിൽ ലെക്ചറേഴ്സ് ഇങ്ങോട്ട് പറയുന്നത് നമ്മൾ കേട്ടിരിക്കും, അത് അതേപോലെ ഛർദ്ദിച്ചു വെക്കും എക്സാമിന്. പക്ഷേ ഈ സ്കിൽ ബേസ്ഡ് അക്കാഡമീസിൽ പോകുമ്പോൾ ചെയ്യേണ്ടത് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ലെക്ചറേഴ്സിനെ ലെവറേജ് ചെയ്യുക ചെയ്യേണ്ടത്, അതായത് അവരോട് ചോദിക്കുക, മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ലേ, അതെ, പ്രൊജക്ട്, അത് എങ്ങനെയാണ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ അടുത്ത് കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ ഞാൻ ഈ റീടാർഗറ്റിങ് ഇപ്പോഴും പഴയ സ്റ്റുഡൻസ് ഒക്കെ നമുക്ക് മെസ്സേജ് ചെയ്യും, സാർ ഞാൻ ഇങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട്, സാർ അതെങ്ങനെയാണ് സോൾവ് ചെയ്തിട്ടുള്ളതെന്ന് പറയും. അപ്പം ഞാൻ കറക്റ്റ് വോയിസ് ഒന്നും അയച്ചു കൊടുക്കൂല, ഞാൻ ഇന്ന കോണ്ടന്റ് കണ്ടിട്ടാണ്, നീ ഒന്ന് അതൊന്ന് നോക്കി നോക്ക്, എന്നിട്ട് നീ അതൊന്ന് കാണും, എന്നിട്ട് നീ അതൊന്ന് ചെയ്ത് നോക്കി നോക്ക്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പ്രോപ്പറായിട്ട് അവർക്ക് ആ ഒരു വഴിയിലൂടെ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇവര് വരുന്നു, പഠിക്കുന്നു, ആ ഒരു ഇതല്ല. ഞാൻ വന്ന് ഒരു 3 മാസമോ 4 മാസമോ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ആൾക്കാരുണ്ടാവും, കുറേ നെറ്റ്വർക്ക്സ് ഉണ്ടാവും, കുറേ പരിപാടികൾ ഓർഗനൈസ് ചെയ്യും, പലരും ഇൻഡസ്ട്രി എക്സ്പേർട്സ് പലരും വരും. ഇതൊക്കെ വരുമ്പോൾ ഈ 3 മാസം ഫുൾ ഫ്ലെഷ്ഡ് ആയിട്ട് എനിക്ക് ആ ഒരു ഏരിയ മഗപ്പ് ചെയ്യണം, ഇങ്ങനെ പഠിക്കണം. അതായത് ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന അത് തന്നെയാണ്, ഞങ്ങൾ ആ ഗോളിലോട്ടാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾക്ക് വന്നു, ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ആള് ഒരു ഇ-കൊമേഴ്സ് ബാഗിലൊക്കെ പ്രിന്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഷാൻഖാനെ കണക്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് പ്രിന്റ് ഓൺ ഡിമാൻഡ്. അപ്പോൾ ഞാൻ ഷാൻഖാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പിള്ളേരാണോ ഒന്ന് സാർ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ആ ഒരു നെറ്റ്വർക്കിംഗ് അല്ലെങ്കിൽ ഒരു സാധനം. ഇത്രയും കുട്ടികൾ ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്.
അപ്പോൾ അവരെ ഒരു വേറെ ലെവലിലോട്ട് കൊണ്ടുവരാ എന്നുള്ളൊരു എക്കോസിസ്റ്റം. അത് ഈ ഷാൻ പറഞ്ഞ പോലെ വെറുതെ ഒരു അക്കാദമിയിൽ പോയിട്ട് വെറുതെ കോഴ്സ് പഠിക്കുക എന്നുള്ളതിലുപരി ചിലപ്പോൾ അവിടെയുള്ള ഇപ്പം ഞങ്ങളുടെ അങ്ങനെ വെറുതെ ഒരു കോഴ്സ് പഠിച്ചിട്ട് ഒരു കാര്യം ഇപ്പം ഞങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ USB ആണ് ഞങ്ങളുടെ അക്കാദമിയിൽ നിന്ന് ഏകദേശം 9ഓളം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസ് ആയിട്ടും പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. സോ അവർ ആ അക്കാദമിയിൽ നിന്നാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അവിടുന്ന് അവർ റാപ്പോ ബിൽഡ് ചെയ്യുന്നു, അവർ സ്വന്തമായിട്ടൊരു ഏജൻസി ബിൽഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ ഉണ്ട് നമ്മളൊരു സ്റ്റുഡൻറ്റ്, വേറൊരു സ്റ്റുഡൻറ്റ് ഫിദ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡൻറ്റ് ഫ്രീലാൻസ് ആയിട്ട് ഗോസ്റ്റ് റൈറ്റിംഗ് ലിങ്ക്ഡിൻ റൈറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു വേറെ ലെവൽ ഓഫ് ഗ്രോത്താണ്. അപ്പോൾ ഈ ശതമാനം ആൾക്കാർ ഇത് കണ്ടെത്തി ഇത് ക്രാക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇത് പറയുമ്പോൾ തന്നെ ആക്ച്വലി ഈ ഇകോം ഷോ ഉണ്ടായത് ഇങ്ങനൊരു അക്കാഡമിയിൽ പഠിച്ചിറങ്ങിയ ഒരുത്തം വന്നിട്ടാണ് ഇകോം ഷോ ഉണ്ടായത്. അപ്പോൾ അവൻ്റെ ലോജിക്ക് തന്നെ ആ അക്കാഡമിയിലൊരു വെണ്ടർ പറയുന്നു സാസ് എന്ന് പറഞ്ഞിട്ടൊരു ഫീൽഡ് ഉണ്ട്, നമ്മളിവിടെ സാസ് പഠിപ്പിക്കുന്നില്ല, പക്ഷേ സാസ്. അപ്പോൾ അവനത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സാസ് കൊള്ളാം, ആരും ഇതുവരെ പിന്നെ പറയാത്ത അല്ലെങ്കിൽ ഞാൻ കേൾക്കാത്തൊരു സാധനം അങ്ങനെ എടുത്തു വരുന്നു, സാസ് ചെയ്യുന്നു. നമ്മളടുത്ത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, നമ്മളടുത്ത് സോഫ്റ്റ്വെയർ ഉണ്ട്, അതായിരുന്നു ഞാൻ ആ സമയത്ത് ചെയ്യുന്നത്. അങ്ങനെ അവനതൊക്കെ ചെയ്ത് അവന് പിന്നെ ഇതൊക്കെ മനസ്സിലായി, ഓക്കെ ഇങ്ങനെയാണ് ഒരു സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ബിസിനസ് വർക്ക് ചെയ്യുക. കുറച്ച് അവന് മനസ്സിലാവുന്നു എൻ്റെ അടുത്ത് കുറേ കണ്ടൻറ് ഉണ്ട്, ഇത് വെച്ചിട്ട് നമുക്കൊരു കണ്ടൻറ് മാർക്കറ്റിംഗ് സാധനം തുടങ്ങാം. അങ്ങനെ നമ്മൾ കണ്ടൻറ് ചെയ്യുന്നു, പോഡ്കാസ്റ്റിലേക്ക് വരുന്നു. ഇപ്പം ആകെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പണി എന്നെക്കൊണ്ട് റിസൈൻ ചെയ്യിപ്പിച്ച് ഇത് ഫുൾ ടൈം ആക്കിക്കാൻ ഇങ്ങനെ അക്കാഡമിയിലത്തെ ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം ആ അക്കാഡമി ആയിട്ട് എനിക്ക് ഓൾറെഡി കണക്ഷൻ ഉണ്ടായിരുന്നു, ആ അക്കാഡമിയിലത്തെ ഫൗണ്ടർക്കും എന്നെ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെയാണ് അത് കണക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് എപ്പോഴും എനിക്ക് ഈ അക്കാഡമി എനിക്ക് ആരൊക്കെ പരിചയപ്പെടാൻ പറ്റും. ഇപ്പം ആ അക്കാഡമി തന്നെ ഒരു 4 ആൾക്കാരുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇത് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നെറ്റ്വർക്ക്സ് ലെവറേജ് ചെയ്യണം. ഇവർക്ക് ആരൊക്കെ അറിയാം, ഓക്കെ ആ ആള് ഇപ്പോൾ ഇന്നാളെ അവർ കൊണ്ടുവരുന്നുണ്ട്, ഓക്കെ എനിക്ക് എങ്ങനെ മുന്നിലത്തെ സീറ്റിലെത്താം, എങ്ങനെ അവർക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കാം. ചിലപ്പം പിന്നീട് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയി മാറിയേക്കാം. എക്സാക്ട്ലി അത് തന്നെയാണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ല അക്കാദമീസ് ഞാൻ പറയില്ല, പക്ഷെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന അക്കാദമീസ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. കറക്റ്റ്. അപ്പം അവിടെ ഒന്ന് ആ അക്കാഡമിയിൽ പോയിട്ട് മാക്സിമം അക്കാഡമിയിലത്തെ എല്ലാ മെന്റേഴ്സ് വെറുപ്പിക്കുക. കാരണം എന്ത് വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളെ പറഞ്ഞു വിടൂല, വെറുപ്പിച്ച് അവരുടെ അടുത്ത് മാക്സിമം ഊറ്റുക, ഇതൊക്കെയാ പറയണ്ടേ. എന്നിട്ട് പിന്നെ ആ അക്കാഡമിയിൽ പലരെയും അവർ കൊണ്ടുവരും, അവരൊക്കെ ആയിട്ട് പരിചയപ്പെടുക, അവരെന്താ ചെയ്യുന്നത് നോക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഒക്കെ കമ്പനീസ് ഉണ്ടാവും ഈ വരുന്ന ഗസ്റ്റുകൾക്ക്, നിങ്ങളെ കമ്പനിയിൽ ആ സാധനം ചെയ്യുന്നില്ലല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇകോം ഷോയിൽ തന്നെ പറയാം, ഇകോം ഷോയിൽ ഞങ്ങൾ SEO ചെയ്യുന്നില്ല, അപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് SEO ചെയ്തു തരാം. ഇത് കേൾക്കുന്ന ആൾക്കാരന് വേണമെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ വേണമെങ്കിൽ SEO ചെയ്യും. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നു, ഇകോം ഷോ ഓൾറെഡി ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ ബ്രാൻഡിന് ഞാനാണ് SEO ചെയ്തതെന്ന് പറയാം. നാളെ ഞങ്ങൾക്ക് 3-4 മാസം കഴിയുമ്പോഴത്തേക്കും ഈ ഇകോം ഷോക്ക് എന്തായാലും റിസൾട്ട് കിട്ടിയിരുന്നു. അതിൻ്റെ ഒരു ജോബ് കിട്ടാൻ വേറെന്തോ വേണോ, ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യും. പോർട്ട്ഫോളിയോ, അതായത് ഒറിജിനൽ കമ്പനി. അങ്ങനെ എത്ര കമ്പനി ഉണ്ട് നമ്മളെ നാട്ടിൽ. അതായത് പിന്നെ ചിലപ്പോൾ സ്വന്തം വാപ്പൻ്റെ കമ്പനി ആയിരിക്കും, ചിലപ്പോൾ അമ്മോൻ്റെ കമ്പനി ആയിരിക്കും, ചിലപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ നാട്ടിലെ ആരെങ്കിലും ഒരു കമ്പനി ആയിരിക്കാം. ഒരുവിധം നിങ്ങൾക്കൊന്ന് 99% നാട്ടിലെ കമ്പനീസും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. അതെ, ഇതിലൊക്കെ എത്തിപ്പെടുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ സ്കിൽ ബേസ്ഡ് അക്കാദമീസിൽ നിന്ന് ടോപ്പ് 1% ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അതെ, അവന് ഇവഞ്ച്വലി ലാൻഡ് ചെയ്യുന്നത് ഓൺടർപ്രണർ ആയിട്ടാണ്. അതാണ് ഈ സ്കിൽ ബേസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു, ഞാൻ ടീം ലീഡ് ആവുന്നു, മാനേജറാണ്, ഒരു ഹെഡ് പൊസിഷനിലൊക്കെ എത്തിയപ്പോൾ നമ്മൾ ആക്ച്വലി ആ കമ്പനിയുടെ CEO ആയിട്ടാണ് തിങ്ക് ചെയ്യേണ്ടത്. എങ്ങനെ സെയിൽസ് കൂട്ടാം, എങ്ങനെ എക്സ്പീരിയൻസ് കൊടുക്കാം, എങ്ങനെ പുതിയ ഇന്നോവേഷൻ. ഇവഞ്ച്വലി ഒരു മാർക്കറ്റർ ഓൺടർപ്രണർ ആയിട്ട് മാറും. പക്ഷെ ഷാനിന് അറിയുണ്ടാവും, ഷാനിന് പരിചയത്തിലുള്ള ഒരു ഒട്ടുമിക്ക ഓൺടർപ്രണേഴ്സും ചിലപ്പോൾ മാർക്കറ്റേഴ്സോ സെയിൽസിലോ ബിസിനസ്സിലോ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ. ഈ മാർക്കറ്റേഴ്സിന്റെ ഏറ്റവും അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറയും സെയിൽസ് കൊണ്ടുവരാൻ അറിയാം, ലീഡ്സ് കൊണ്ടുവരാൻ. ഒരു കമ്പനി അൾട്ടിമേറ്റ്ലി ഒരു കമ്പനിക്ക് എന്താ വേണ്ടത്, കച്ചവടം വേണം. ആ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് വേണം. ഇത് രണ്ടും ചെയ്യാൻ അറിയെങ്കിൽ, കച്ചവടം കൊണ്ടുവരാനും അത് പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുവരാൻ അറിയെങ്കിൽ നിങ്ങളെല്ലാവർക്കും വേണ്ടി വരും.
അതാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സ്പെസിഫിക്കലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ്. ഇപ്പം സൈബർ സെക്യൂരിറ്റി ആണെങ്കിലും ഫൈനാൻസ് ആണെങ്കിലും ഒക്കെ അതൊക്കെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, യെസ് യെസ് നോർമലി ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ സെയിൽസ് കൊണ്ടുവരുന്ന ആൾക്കാർ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിലും വലിയൊരു സ്കിൽ ആക്ച്വലി ഇല്ല. ഇഫ് യു ക്യാൻ സെൽ, യെസ്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് സ്കിൽ ടു ഹാവ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല ആൾക്കാരും ഒരു തോട്ട് പ്രോസസ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം എല്ലാവരും പഠിക്കാന്നുള്ളത്. അവിടെയാണ് ഷാൻ പറഞ്ഞ ഈ ഒരു പോയിന്റ് ഉള്ളത്. എല്ലാവരും പഠിക്കുന്നുണ്ട്, പക്ഷെ ഇത് എത്ര പേര് ആക്ച്വലി ക്രാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്, എത്ര ആൾക്കാർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത്. എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് എനിക്ക് ഇനി ഒരു ജോലി കിട്ടണം, പക്ഷെ അതിന് പകരം ഏതെങ്കിലും നാട്ടിലെ ഏതെങ്കിലും ബിസിനസ് അവർക്ക് പോയിട്ട് അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടോ, ഇല്ല, അവരൊന്നും ചെയ്യുന്നില്ല. അവരെ വെബ്സൈറ്റ് തന്നെ കണ്ടാലും മനസ്സിലാവും. ചില വെബ്സൈറ്റുകൾ അങ്ങനെ കട്ട പോയായിരിക്കും അവസ്ഥ. നേരെ പോയിട്ട് ഞാൻ ചെയ്യാം, എന്നിട്ട് ഒന്നുമില്ല. ആ വെബ്സൈറ്റ് ചിലപ്പോൾ നല്ലൊരു ബ്രാൻഡായിരിക്കാം, ആ ബ്രാൻഡ് ഡിജിറ്റലിൽ തീരെ ഉണ്ടാവില്ല. ഒന്നുമില്ല, വെബ്സൈറ്റിൽ ഒരു വാട്സാപ്പ് ബട്ടൺ ഇട്ടാൽ മതി, അതെ, സെയിൽസ് വരും. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്തിട്ട് ഫെയിലിയർ ആയാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കേസ് എടുക്കാൻ, ഞാൻ 2015 എന്നെ സ്വന്തമായിട്ട് ഒരു ഏജൻസി തുടങ്ങിയിട്ടുള്ള ഒരാളാണ് ഫ്രീലാൻസിൽ. അതായത് ഞാനും എൻ്റെ ഒരു 4-5 സുഹൃത്തുക്കളും കൂടിയിട്ട് ഡിജി കൂട്സ്, എനിക്ക് ഇപ്പോഴും പേര് ഓർമ്മ, ഞങ്ങളുടെ ആദ്യത്തെ ഏജൻസി വർക്കൗട്ട് ആയില്ല. പ്രൊജക്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷെ മിസ്കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ പ്രോപ്പറായിട്ട് ആ ഒരു എന്താ പറയാ അക്കൗണ്ടബിലിറ്റി ഇല്ലായ്മ, ഇതൊക്കെ ആ കമ്പനിയുടെ ഒരു ഫോളിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് കൊറോണ വന്ന സമയത്ത് ഞാനൊരു ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് ഈ ബേക്കിങ്ങിന്റെ ഭയങ്കര കുറെ ട്രെൻഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് ഒന്നും നോക്കാതെ കിട്ടിയ പൈസ എടുത്തിട്ട് കുറച്ച് ബേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ടൂളുകൾ ഒക്കെ മേടിച്ച് ഞാനത് ഒരു വിക്സിലാണ് അന്ന് ചെയ്തത്, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. അതിനുശേഷം ഷോപ്പിഫൈ സ്റ്റാർട്ട് ചെയ്തു. സാധനം സെയിലാവുന്നുണ്ട്, പക്ഷെ എമൗണ്ട് സ്പെൻഡ് ചെയ്യാനായിട്ടും മീൻസ് പ്രൊഡക്റ്റിന്റെ പ്രൈസിനായിട്ടും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ, മാർക്കറ്റിംഗിന് അതും ഫെയിലിയർ ആയി. പക്ഷെ ഇതിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു പാഠങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ആക്ച്വലി. പിന്നെ ഞാൻ പറയല് ഫെയിലിയർ എന്ന സാധനം എക്സിസ്റ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഞാനും ഹംസദും ഒക്കെ പല സാധനങ്ങളിൽ ഇപ്പോഴും ഫെയിൽ ആയിക്കൊണ്ടിരിക്കും അല്ലേ. പക്ഷെ ഫെയിൽ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ലേൺ ചെയ്യണം. ഇതിങ്ങനെ അല്ല ചെയ്യേണ്ടത്, ഓക്കെ, ഇത് നീ എങ്ങനെ ഇതെങ്ങനെ ശരിയാക്കി എടുക്കാൻ പറ്റും, ഓക്കെ, ഇതും ശരിയായില്ല, ഓക്കെ, ഇത് നീ എങ്ങനെ അൾട്ടിമേറ്റ്ലി ആ സാധനം ശരിയാവാതെ അവസാനമായിട്ട് ശരിയായി തുടങ്ങി. ശരിക്കും ഫെയിലിയർ നല്ലതാ, അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് കാരണം എന്ന് വെച്ചാല് പിന്നെ നമ്മൾ അതിലേക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഫെയിലിയർ ലേണിംഗ് ആണ്. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. എത്ര വേണമെങ്കിലും തോൽക്കാനാണ് ഞാൻ പറയാറ്. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഞാൻ ഒരുപാട് പോഡ്കാസ്റ്റുകളാണ് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മലബാർ ഗോൾഡിന്റെ ആളുടെ പോഡ്കാസ്റ്റ്, മുത്കാട് പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ ജോയ് അലിക്കാസിന്റെ ആളുണ്ടായിരുന്നു. അങ്ങനെ ഈ ഗോൾഡ് ഇവരെങ്ങനെയാണ് ഇത് മാനേജ് ചെയ്തത് അറിയണ്ടേ, നമ്മളൊരു ഓണ്ടർപ്രണർ ആണല്ലോ. ഇത്രയും പൈസയും ഇത്രയും ടീമും, അപ്പൊ ഇതൊരു പാറ്റേൺ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവരെപ്പോഴും പറയുന്നത് SOP ആണ്, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ. അപ്പോ ഇതൊക്കെ ഒരു ലേണിംഗ് ആണ്. അപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ എന്റെ കമ്പനിയിൽ എന്ത് ചെയ്യണം, ഒരു സമയം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്താ SOP ആണ്. ആദ്യം തോളി കൈയിട്ടിട്ട് വരുന്നു, ഇഷ്ടമുള്ള സമയത്ത് പോവാ, ഇഷ്ടമുള്ള സമയത്ത് വരാം. അതൊരു സമയം വരെ നമുക്ക് നടക്കും. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ ടീം മെമ്പേഴ്സിന്റെ എണ്ണം കൂടാണ്. അപ്പൊ ഇവിടെ എന്ത് വേണം, ഇവിടെ ഒരു ആദ്യം HR ഒന്നുമില്ല, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വേണം. അപ്പൊ അങ്ങനെ ഞാൻ ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ലേണിങ്സ് ആണ്. അപ്പോ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ മാക്സിമം കണ്ടന്റ് കൺസ്യൂം ചെയ്യുക, അതിൽ തന്നെ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. അപ്പൊ ഇനി എനിക്കൊന്ന് നമ്മൾ പോഡ്കാസ്റ്റിന്റെ എൻഡിലേക്ക് എത്തി. ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റ്, ഈ +2 കഴിയുമ്പോഴാണല്ലോ ഏകദേശം കാര്യങ്ങൾ ബേസ് സാധനങ്ങളൊക്കെ പഠിക്കുക. എന്തായിരിക്കണം അടുത്തൊരു മൂവ് ഇപ്പോഴത്തെ ഒരു കറണ്ട് എക്കണോമിക്കൽ സിറ്റുവേഷനിൽ? കാരണം ChatGPT വന്നു, AI വന്നു, വേൾഡ് ഈസ് ചേഞ്ചിങ് അറ്റ് ആൻ അമേസിങ് പേസ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു +2 സ്റ്റുഡൻറ്റ് അടുത്തൊരു സ്റ്റെപ്പിന് അപ്രോച്ച് ചെയ്യേണ്ടത്? എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങൾ ഇതേപോലെ വരാറുണ്ട്. +2 കഴിഞ്ഞിട്ട് കോളേജിൽ പോകണോ അതോ സ്കിൽ ബേസ്ഡ് ആയിട്ട് പോകണോ എന്നുള്ളത്. അത് ആ ഒരു വ്യക്തിയുടെ താല്പര്യമാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കോളേജിൽ പോയതുകൊണ്ട് എനിക്കൊരുപാട് ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് അക്കാദമിക്കലി അല്ല, അപ്പൊ ഞാൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതല്ലേ. അതെ, അതല്ലാതെ ഇപ്പോൾ ഞാൻ കോളേജിൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അവിടെ ടീം കോർഡിനേഷൻസ്,
പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻസ്, പിന്നെ കോളേജ് ടീമിൽ സ്പോർട്സ് ടീമിലുള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു ടീം വർക്ക്, ഒരു അഗ്രസീവ് മെൻറ്റാലിറ്റി, ഒരു കോമ്പറ്റേറ്റീവ് മെൻറ്റാലിറ്റി, ഒരു വിൻ മെൻറ്റാലിറ്റി, ഫെയിലിയറിന് ഫേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോലും അറിയാതെ നമ്മൾ അവിടെ നിന്ന് ബിൽഡ് ആയിട്ടുണ്ട്. അതല്ല, നിങ്ങൾക്ക് യു ആർ വെരി ക്ലിയർ അബൌട്ട് യുവർ കരിയർ, വെരി ക്ലിയർ അബൌട്ട് യുവർ പർപ്പസ് ആൻഡ് ഗോൾ, യു ഹാവ് എ ഗുഡ് മൈൻഡ് സെറ്റ്, ഡിഗ്രിക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, ഇഫ് യു വാണ്ട് ടു ബി ഓൺട്രപ്രണർ, ഗോ ഫോർ എ ബിസിനസ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ഓക്കെ, അല്ലെങ്കിൽ ഹൈടെക് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല് നിങ്ങൾ പഠിക്കുക. വെറുതെ പഠിക്കുക മാത്രമല്ല, ഒരു അക്കാദമിയിൽ നിന്ന്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു അക്കാദമിയിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാലൊന്നും ഒരു ഹൈ ലെവലിലേക്ക് മാറാൻ വേണ്ടി പറ്റില്ല. ഞാനിപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് മാത്രം വെറുതെ വിഴുങ്ങരുത്. ഇപ്പോൾ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ വീട്ടിൽ പോയിട്ട് റിസർച്ച് ചെയ്യുക, ഓക്കെ, ഏതാണ് വേൾഡിൽ ആദ്യത്തെ കമ്പനി മാർക്കറ്റിംഗ് ചെയ്തിട്ടുള്ളത്, ആരാണ് ഈ ഡിസ്കൗണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്, ഓഫർ ആരാ കൊണ്ടുവന്നത്, ഇതൊക്കെ ഏതെങ്കിലും റിലയൻസ് മാർക്കറ്റേഴ്സ് ആയിരിക്കില്ലേ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ കുറേ ബാക്ക് എൻഡിൽ കുറേ കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് എഫേർട്ട് എടുത്ത് പഠിക്കുക. അപ്പം അങ്ങനെ ഒരു ക്ലിയർ പർപ്പസ് ഉണ്ട്, ക്ലിയർ മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പ്ലസ് ടു കഴിഞ്ഞിട്ട് സ്കിൽ ബേസ്ഡ് അക്കാദമീസ്, നല്ല അക്കാദമീസ് ചൂസ് ചെയ്യാൻ. അതായത് എനിക്കൊന്ന് കുറച്ചും കൂടി ഒരു സ്കൂൾ ടൈമിൽ തന്നെ പല സാധനങ്ങളും ചെയ്യാൻ ശ്രമിച്ചു, പല ബിസിനസ്സുകളും ചെയ്യാൻ ശ്രമിച്ചു, പല ഫ്രീലാൻസിങ് ജോബ്സും എടുത്ത്, അപ്പോഴത്തേക്ക് അത് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റൂട്ടിൽ തന്നെ പോകാന്നുള്ളത്. അല്ലെങ്കിൽ കോളേജിൽ പോകുക നിങ്ങൾക്ക് കിട്ടുന്ന കുറെ സൗഹൃദങ്ങളുണ്ട്, സോഷ്യൽ ഒരു എന്താ പറയാ ഒരു എൻവിയോൺമെന്റ് ഉണ്ട്. പിന്നെ മിക്കവാറും വീട്ടിന് വിട്ടിട്ടായിരിക്കും കുറച്ച് പഠിക്കുന്നത്. അപ്പൊ ആ ഒരു സെറ്റപ്പിൽ എങ്ങനെ സർവൈവ് ചെയ്യും? ചില ആൾക്കാർ മാറും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന, ആദ്യമായിട്ട് ഒരു ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നത്, അപ്പൊ അവിടുത്തെ അഡാപ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ഡിസിപ്ലിൻ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മൾ അക്കാദമിക്കലി പഠിക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കലി ആ പ്രോസസ്സിൽ പഠിച്ചു പോകുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പം കോളേജിൽ ഞാനിപ്പോൾ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, കോളേജിന് എനിക്ക് സ്കില്ലായിട്ടൊന്നും കിട്ടിയില്ല. അതായത് കോളേജ് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ചോദ്യം, എനിക്ക് പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യം, എങ്ങനെ ഇപ്പോൾ വർക്ക് ചെയ്യുക, എന്ത് പണിയാണ് ഞാൻ എടുക്കുക? അപ്പോൾ ഈ കോളേജിൻ്റെ കൂടെ സ്കിൽ ബേസ്ഡ് കോഴ്സുകൾ പഠിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അത് നല്ലതാണ്. ഇപ്പോൾ കോളേജുകൾ തന്നെ പയ്യെ അഡാപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് ആഡ് ഓൺ കോഴ്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ കോളേജുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബേസിക്കലി നമ്മളിവിടെ പറഞ്ഞു തരുന്നത് എപ്പോഴും കോളേജിനോട് പാരലായിട്ട് എന്തെങ്കിലുമൊക്കെ സ്കിൽ, അത് നല്ലൊരു കാര്യമാണ്. അവിടെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൈൻഡ് സെറ്റാണ്. ഇപ്പം ഞാൻ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വേറൊരു കോഴ്സിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ഒരു എക്സാമ്പിൾ പറയാൻ, കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യുന്നു, ഫ്രീലാൻസ് ആയിട്ട് വർക്കുകൾ ചെയ്യുന്നു, പല കമ്പനികളുടെ. ആ സമയത്ത് പോക്കറ്റ് മണി എന്നുള്ളൊരു ലെവലായിരിക്കുമല്ലോ. അപ്പോൾ പയ്യെ ചെയ്യുന്നു, എക്സ്പോഷർ ക്രിയേറ്റ് ചെയ്യും. കോളേജ് കഴിയുമ്പോൾ തന്നെ ഓൾറെഡി ആള് മാർക്കറ്റിൽ എക്സ്പോഷർ ക്രിയേറ്റ് ചെയ്തിട്ട് ഓൾറെഡി നമുക്കൊരു ജോലി ഉണ്ടാവും. അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ കുറേ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കുറേ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള അഡ്വാൻറ്റേജാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു എക്സ്ട്രാ ആഡഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ സ്കില്ല് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ ഒപ്പമുള്ള ആളുകളായിട്ടും ഫാർ ദൂരെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നിങ്ങളെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അത് എനിക്കൊന്ന് ഏറ്റവും വലിയ എക്സാമ്പിൾ നിങ്ങളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ ഹെഡ് തന്നെയാണ്. അതെ ഷാദ് ആള് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇതേപോലെ കോളേജിൽ പോകണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് പിന്നെ കോളേജിലൊക്കെ പോയി. അതൊക്കെ ഉള്ള ഒരു, അവൻ പ്ലസ് ടു തൊട്ട് തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് +1. ഞാൻ ഷാദിനെ പരിചയപ്പെടുന്നത് +1 മുതലാണ്. ചെറിയൊരു പയ്യനായിരുന്നു. അവിടെ നിന്ന് ഇപ്പോൾ നമ്മളുടെ കമ്പനിയുടെ CGO ആണ്, ചീഫ് ഗ്രോത്ത് ഓഫീസറാണ്. എന്റെ കസിനാണ്. അതെ, ഞാനൊന്നും പുറത്ത് കാണിക്കില്ല. പക്ഷെ ഷാദി ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഫോർ ദി കൺഫ്യൂസ്ഡ് സ്റ്റുഡൻസ്, കിഡ്സ് ആൻഡ് സ്റ്റുഡൻസ് ഓവർ ദർ. കറക്റ്റ്. എനിക്കത് അവന്റെ യൂട്യൂബ് ചാനൽ ഉണ്ട് ഇപ്പോൾ, വർക്കർ പറഞ്ഞിട്ട്. അതും അടിപൊളി യൂട്യൂബ് ചാനൽ. അത് കാണുകയാണെങ്കിൽ തന്നെ ഒരു ക്ലാരിറ്റി വെളിവ് വരും. ഇപ്പൊ നമുക്കൊക്കെ ഉണ്ടായ ഇഷ്യൂ എന്ന് വെച്ചാല്, ഇതൊന്നും പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. നമ്മളൊക്കെ ആരുടെ ഒരു ഇക്കന്മാരോട് ചോദിക്കും, ചിലപ്പോൾ ഗൾഫിലുള്ള ഇക്കന്മാരെ വിളിച്ച് ചോദിക്കും, കസിൻസിനെ വിളിച്ച് ചോദിക്കും. അവർ പറയും, എടാ സാപ്പ് പഠിച്ചോ, അതായിരിക്കും അതിനാണ് ഏറ്റവും കൂടുതൽ സ്കോപ്പ്, അതിന് ലോജിസ്റ്റിക്സ് പഠിച്ചോ. നമുക്കെന്താ, നമ്മള് ശോഭിക്കുന്നൊരു കരിയർ ഉണ്ടാവില്ലേ? അപ്പൊ അതിലോട്ടുള്ളൊരു ഈ പറഞ്ഞ പോലെ ഷാദിന്റെ ഹോം വർക്കർ യൂട്യൂബ് ചാനലൊക്കെ കണ്ടു കഴിഞ്ഞാൽ
ഒരു ക്ലാരിറ്റി കിട്ടും. ക്ലാരിറ്റി കിട്ടും. ആ അതൊക്കെ clarity എനിക്കത് മീൻസ് അത് വൺ ഓഫ് ദ തിങ്സ്. മേ ബി ഇപ്പൊ എനിക്കൊന്ന് ഷാരിക്ക് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, അനന്ത് പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ ഇകോം ഷോ ഉണ്ട്. ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് ഉണ്ടായാൽ തന്നെ കുറച്ച് Correct. ക്ലാരിറ്റി കുറച്ചൊരു എന്തെങ്കിലുമൊക്കെ കത്തണ്ടതാണ്. അപ്പൊ അങ്ങനെ ഈ പണ്ട് ഇത് പിന്നെ ഒന്നാമത് ഇത് ആരോടാ പോയി ചോദിക്കാന്ന് അറിയില്ല, ചോദിക്കാതെ പറഞ്ഞു തരാൻ ആൾക്കാരില്ല. പക്ഷെ ഇപ്പം യൂട്യൂബ് എന്നൊരു വലിയൊരു മാരക സംഭവമാണ്. ഞാൻ പണ്ട് സ്റ്റീവ് ജോബ്സിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നത്, ദർ ഈസ് നോ ഫൗണ്ടർ ദാറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു വെൻ ആസ്ക്ഡ് ഫോർ. അപ്പോൾ ആക്ച്വലി നമുക്കൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാതെ എങ്ങനെ മനസ്സിലാവും. ഇപ്പൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ചെയ്യുന്ന നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്കറിയാം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഈ പോഡ്കാസ്റ്റിന് നമുക്കറിയാം സ്റ്റുഡൻസ് ആർ കൺഫ്യൂസ്ഡ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. പക്ഷെ ചോദിച്ചാൽ പലപ്പോഴും തുറക്കപ്പെടും, മനസ്സിലാക്കി, മുട്ടുവീൻ തുറക്കപ്പെടും. ഇതാണ് സംഭവം. പക്ഷെ പലരും ചെയ്യുന്നില്ല. പക്ഷെ ഈ പോഡ്കാസ്റ്റ് ഈ എപ്പിസോഡ് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഇമ്പാക്ട് നമ്മൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കി നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരാൻ ഉള്ള രസകരമായിട്ടുള്ളൊരു സംഭവം കൂടിയുണ്ട്. ഞാൻ ഈ ബാംഗ്ലൂര് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്നു, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ സമയത്ത് നമ്മളാണല്ലോ ഈ ചെക്കിന്റെ ബാക്കിലൊക്കെ സൈൻ ചെയ്തിട്ട് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാം. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റർ 35,000 രൂപ എല്ലാ ആഴ്ചയും. എല്ലാ ആഴ്ചയും 35,000 രൂപയാണ് ആൾക്ക് ചെക്ക് കൊടുക്കുന്നത്. കൊള്ളാലോ, ആഴ്ചയിൽ 35,000 രൂപ ഒക്കെ മേടിക്കുമ്പോൾ മാസത്തിൽ കാൽക്കുലേറ്റ് 1 ലക്ഷം രൂപ അടുത്ത് മാസം. ഇത് കൊള്ളാലോ പരിപാടി. അങ്ങനെ ഒരു സ്റ്റോറിയും കൂടി ഇതിന്റെ ബാക്ക് എൻഡിൽ ഉണ്ട്. അല്ല, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ അറിയോ, ഒരാൾക്ക് നമ്മൾ കച്ചവടം ഉണ്ടാക്കി കൊടുക്കുക. അതിനും വലിയൊരു സ്കില്ല് കിട്ടാനില്ല. ഇവന് പിന്നെ വിൽക്കാൻ അറിയാം. അപ്പൊ അതാണ് ബേസിക്കലി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എനിക്ക് നിങ്ങൾ തന്നെ ഫൈനാൻസ് സ്കൂളും സൈബർ സെക്യൂരിറ്റി ഉണ്ട്, ഫൈനാൻസ് സ്കൂളുണ്ട്, പിന്നെ ക്രിയേറ്റീവ് സ്കൂളുണ്ട്. ഈ 3 ഏരിയാസ്, 4 മാർക്കറ്റിംഗ് ഒരെണ്ണം ക്രാക്ക് ചെയ്താൽ പിന്നെ എല്ലാവരും ക്രാക്ക് ചെയ്യാം. അതെ, ക്രാക്ക് എന്ന് വെച്ചാല് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു ടേം പോലെ ഇതൊക്കെ ഒരു ഹാപ്പനിങ് ആയിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പൊ എൻ്റെ ഒരു പാർട്ട്ണർ അടിപൊളി ഫൈനാൻസിൽ അടിപൊളിയാണ്. ഞങ്ങളുടെ കമ്പനിയുടെ ഗ്രോത്തിൽ അവന് ഭയങ്കര ഇന്റഗ്രൽ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ട് അവൻ വഹിക്കുന്നുണ്ട്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഓനൊരാഗ്രഹം, ഞാൻ പഠിച്ച സ്കില്ല് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. സാധാരണ വെറും നോർമലായിട്ടുള്ള ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ല അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിലുപരി ക്രിട്ടിക്കലായിട്ടും മണി മാനേജ്മെന്റും ഫണ്ട് മാനേജ്മെന്റും ഇൻവെസ്റ്റ്മെന്റ് പൂളിങ്ങും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ടൂള് പ്രോപ്പറായിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ആശയങ്ങളാണ് ഇത്തരത്തിലുള്ള സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ അക്കാദമീസ് കൊണ്ടുവരുന്നത്. ഇപ്പൊ സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ CEO ഫർഹാൻ ബിൻ ഫാസിൽ, അയാളും ഈ പറഞ്ഞ പോലെ ഷാദിനെ പോലെ 8ാം ക്ലാസ് 9ാം ക്ലാസ് മുതൽ യൂട്യൂബ് ചാനലുകളും പല ബിസിനസ്സുകളും മൊബൈൽ ഹാക്കിങ്ങിലൂടെ തുടങ്ങി ഇപ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദി ടോപ്പ് സൈബർ സെക്യൂരിറ്റി മെൻറ്ററായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ടോപ്പ് ഹാക്കറാ പറയാ സൈബർ സെക്യൂരിറ്റി. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ആൻഡ് ഹാക്കിംഗ് പല രീതിയിൽ കുറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ സ്കിൽ ബേസ്ഡ് ആയിട്ട് പഠിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ വെറുതെ ഒരു സർട്ടിഫിക്കേഷൻ എന്നല്ലാതെ പ്രോപ്പറായിട്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടൊക്കെ നമ്മൾ ഇംപ്ലിമെന്റേഷൻ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അതായത് ഞങ്ങൾ കൂടുതലുള്ള ആൾക്കാർക്ക് പല സ്കില്ലുണ്ട്. അപ്പൊ അവരുടെ സ്കില്ല് ഫോക്കസ് ചെയ്ത്, ഇപ്പൊ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റർ ആയതുകൊണ്ട് ഞാൻ അക്കാദമി സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ ഓരോ ഏരിയാസിൽ സ്കില്ലുള്ള. അപ്പൊ നിങ്ങള് ബേസിക്കലി നിങ്ങളെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരു അക്കാദമി ആയിട്ട് മാറ്റിയാണ്. ആബ്സല്യൂട്ട്ലി. എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ 2 വർഷം കൊണ്ട് എങ്ങനെയാണ് ഇത്രയും എന്താ പറയുക പ്രത്യക്ഷത്തിൽ ബ്രാൻഡായിട്ട് വളരെയധികം ഗ്രോ ചെയ്യുന്നത്? എവിടെ നോക്കിയാലും ഒഫൻസ് കാണാം, എവിടെ നോക്കിയാലും ഡോട്ടിൻ കാണാം. സോ വാട്ട് ഈസ് ദ സക്സസ് ഫോർമുല എന്ന് ചോദിക്കും. എന്നെ സംബന്ധിച്ചോളം സക്സസ് അല്ല, വി ആർ ഓൺ ദ പ്രോസസ് ഓർ ജേണി എന്ന് ഞാൻ പറയും. പക്ഷെ അധികം ആൾക്കാർക്ക് അറിയാത്തൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കൂടെയുള്ള കോ-ഫൗണ്ടേഴ്സ് ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഏരിയാസിലും വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അത് 2 വർഷമല്ല 7-8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഇപ്പം എൻ്റെ ഒരു കോ-ഫൗണ്ടർ ബിസിനസ് ഡെവലപ്മെൻറ്റ് ഹെഡാണ്, ഒരാൾ ഫൈനാൻസ് മാനേജറാണ്, ഒരാൾ ഓപ്പറേഷണൽ ഹെഡാണ്, ഒരാൾ HR ഹെഡാണ്, ഒരാൾ സീനിയർ മെൻറ്റർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, നോക്കറിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് എൻ്റെ ഒരു കോ-ഫൗണ്ടർ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് എൻഡിൽ എന്തുണ്ട്? ഒരു ശക്തമായിട്ടുള്ള ഒരു ടീം എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, എനിക്കൊന്ന് കഴിഞ്ഞ 1 മണിക്കൂറിൽ അത്യാവശ്യം സ്റ്റുഡൻസിന് വേണ്ട എങ്ങനെയാണ് നിങ്ങൾ ഒരു പിന്നെ ലൈഫിനെ നോക്കി കാണേണ്ടത്, അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്,
എങ്ങനെയാണ് ഈ സ്കിൽ ബേസ്ഡ് കോഴ്സുകളെ കാണേണ്ടത്, എപ്പോഴാണ് തുടങ്ങേണ്ടത്, എങ്ങനെയൊക്കെയാണ് ലെവറേജ് ചെയ്യേണ്ടത്, പ്ലേസ്മെൻറ്റ്സ് അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ എത്തിപ്പെടാം, ഇതൊക്കെ പറയുകയാണെങ്കിൽ ഈ സ്കിൽ ബേസ്ഡ് കോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. കാരണം ഞാനും ഹംസദും ഒക്കെ ചെയ്ത് പഠിച്ചതാണ്, നമ്മൾ കൊണ്ടുപഠിച്ചതാണ്. പക്ഷേ നിങ്ങളൊരു ഫാസ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ പറ്റും അതിനൊരു മെന്റർ ഉണ്ടെങ്കിൽ എപ്പോഴും യൂസ്ഫുൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും സെൽഫ് ലേണിംഗ് കാപ്പബിലിറ്റി ഉണ്ടാവില്ല. അപ്പൊ നമ്മളിവിടെ ട്രെയിനിങ് കൊടുക്കും, നിങ്ങൾ സെൽഫ് ലേണിംഗ് എങ്ങനെയാണ് സെൽഫ് ലേൺ ചെയ്യാന്നുള്ളത്. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. 20s കിഡ്സ് അതായിരിക്കും ഒരു ഐഡിയൽ റേഞ്ച്. പക്ഷേ നമ്മളെ പോഡ്കാസ്റ്റ് 30s 40s ഒക്കെ കേൾക്കുന്നുണ്ട്. ഇത് മിസ്സായവർക്ക് ഇപ്പോഴും ചെയ്യാന്നുള്ളതാണ്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.